അള്ളാഹുവിങ്കിൽ നിന്ന് സഹായം കിട്ടാൻ അവന്റെ മഹാന്മാരോട് തേടുന്നു. രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. പക്ഷേ രോഗം മാറാൻ നമ്മൾ ഡോക്ടർമാരെ സമീപിക്കുന്നു. കാരണമാണ് അള്ളാഹ് നിശ്ചയിച്ച കാരണമാണ്. അള്ളാഹ് നിശ്ചയിച്ച കാരണമാണ് ഡോക്ടർമാരെ സമീപിക്കുക, മരുന്ന് കുടിക്കുക. രോഗം മാറ്റുന്നവനാര്? ഇതാ മരിദ്തു ഫഹുവ യശ്ഫീൻ. അള്ളാഹ് രോഗം മാറ്റാൻ ഡോക്ടറെ സമീപിക്കണം എന്നുള്ളതിന്റെ നിർദ്ദേശം. ഇതുപോലെ അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ അവന്റെ മഹാന്മാരെ വിളിക്കണം. വിളിക്കുമ്പോൾ കിട്ടും. അതാണ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ബിഅന്നൽ ഇസ്തിഗാസത ബിൽ അംബിയാഇ വൽ മുർസലീൻ വൽ ഔലിയാഇ വൽ ഉലമാഇ വസ്സാലിഹീൻ. അംബിയാക്കളോടും ഔലിയാക്കളോടുമൊക്കെ സഹായം ചോദിക്കൽ ജായിസത്തുൻ, അത് അനുവദനീയമാണ്. വലിർറുസുലി വൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സാലിഹീൻ ഇഗാസത്തുൻ ബഅദ മൗതിഹിം. മരണത്തിന് ശേഷവും അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ സഹായിക്കുന്നതാണ്. لأن معجزة الأنبياء وكرامات الأولياء لا تنقطع بموتهم. കാരണം അമ്പിയാക്കൾ ഔലിയാക്കളെ കറാമത്തും മുഅ്ജിസത്തും മരണത്തോടുകൂടെ നിലച്ചു പോകുന്നില്ല. അതുകൊണ്ട് അള്ളാഹു അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരെ നമ്മൾ ആദരിക്കുന്നതിനാൽ, അവരെ വിളിക്കുന്നതിനാൽ, അവരോട് പറയുന്നതിനാൽ അള്ളാഹ് നമുക്ക് കാര്യം സാധിപ്പിച്ചു തരുന്നു. ഇമാം റംലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവയുടെ 643 പേജിൽ രേഖപ്പെടുത്തുന്നു. ഇത് തന്നെ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ജൗഹറുൽ മുനല്ലം എന്ന ഈ കിതാബിലും പറയുന്നു. അത് തന്നെ സഹോദരന്മാരെ, അതാ ഇമാം ഇബ്നു ഹജർ തങ്ങൾ ശറഹുൽ ഇലാഹിൽ പറയുന്നു. അത് തന്നെ ഇമാം സുബ്കി അവിടുത്തെ ശിഫാഉസ് സഖാബിൽ പറയുന്നു. അത് തന്നെ ഇമാം നബവി കാലി തരിച്ചു പോയാൽ വരെ, കാലി കൊച്ചിയാൽ വരെ യാ മുഹമ്മദ് എന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് തേടണമെന്ന് അദ്കാറിൽ പറയുന്നു. അങ്ങനെ തുടങ്ങി എന്തിനധികം പറയണം. മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും വലിയ നേതാവല്ലേ ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞ പോലെയാണ്. ഇങ്ങനെ ഇബ്നു തൈമിയോ ഇബ്നു അബ്ദുൽ വഹാബോ ഒരു സംഗതി പറഞ്ഞാൽ അത് ഖുർആൻ പറഞ്ഞ പോലെയാണ്. അങ്ങനെ കടുത്ത ശിർക്കാ പറഞ്ഞത്. അത് ഞാൻ വായിക്കാം കേട്ടോളെ. ഇബ്നു തൈമിയയുടെയും മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ആശയങ്ങൾ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ്. അപ്പോ മുജാഹിദിന്റെ വിചിന്തനം 2005 ഫെബ്രുവരി 25. ഖുർആൻ വിഷാണ് എന്ന് പറയുന്നതും ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ് വിഷാന്ന് പറയുന്നത് രണ്ടും ഒരുപോലെയാണ്. കാരണം ഖുർആൻ അള്ളാന്റെ കലാമ്, മറ്റേ അള്ളാന്റെ കൂറുകാരന്റെ കലാമായിരിക്കും അല്ലേ ഇബ്നു അബ്ദുൽ വഹാബിന്റെ കലാമ്. അപ്പൊ ഇബ്നു അബ്ദുൽ വഹാബും ഇബ്നു തൈമിയയും പറഞ്ഞാൽ ഖുർആൻ പോലെയാണ്. അവൾ നിങ്ങളുടെ മാസിക നിങ്ങളുടെ 2005 ഫെബ്രുവരി 25 വിചിന്തനത്തിലുള്ളതാ, എന്റെ വകയിൽ വെറുതെ പറഞ്ഞല്ല. അപ്പൊ ഖുർആനാണ് നിങ്ങളുടെ മൗലവിയുടെ വാക്ക് എന്നാണ് നിങ്ങളുടെ വിശ്വാസം. ആ മൗലവിയായ ഇബ്നു തൈമിയ, ആ ഇബ്നു തൈമിയയുടെ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം ഖുർആൻ പറഞ്ഞ പോലെയാണ് എന്ന് പറഞ്ഞില്ലേ. ആ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന കിതാബാണ് ഇനി വായിക്കുന്നത്. ആ കിതാബ് ഖുർആൻ പോലെയാണെന്ന് നിങ്ങൾ പറഞ്ഞ ഇബ്നു തൈമിയന്റെ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തില് നിങ്ങൾക്ക് കാണാം 373 പേജില് ഇബ്നു തൈമിയ പറയുന്നത്, അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിച്ചിട്ടുണ്ട്. ചോദിച്ച ആൾക്ക് സഹായം കിട്ടിയിട്ടും ഉണ്ട്. ഞാനല്ല പറയുന്നത്, കിഗൻ ഉസ്താദല്ല പറയുന്നത് ഇബ്നു തൈമിയ. അയാൾ പറഞ്ഞ ഖുർആനാണ് നിങ്ങളെ പത്രത്തിൽ നിങ്ങൾ പറഞ്ഞത്. ഇബ്നു തൈമിയ പറയാണ്, وكذلك أيضا ما يروى أن رجلا جاء إلى قبر النبي صلى الله عليه وسلم فشكى إليه الجذب عام الرمادة فرآه وهو فيأمره أن يخرج فيستسقي بالناس فإن هذا ليس من هذا الباب ومثل هذا يقع كثيرا لمن هو دون النبي صلى الله عليه وسلم وعارف من هذه الوقائع كثيرا. റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയി സഹായം ചോദിച്ചിട്ട് റസൂലുള്ള സഹായം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിലെനിക്ക് തർക്കമില്ല. ഇബ്നു തൈമിയ പറയാണ്. എന്നിട്ട് ഇബ്നു തൈമിയ പറയാണ്, വഅലൈകാൻ തഅലമ അന്ന ഇജാബത്തൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ഗൈരിഹി ലിഹൗലാഇ സാലിഹി സായിലീന
ليس مما يدل على استحباب السؤال فإنه هو القائل صلى الله عليه وسلم إن أحدكم لا يسألني المسألة فأعطيه إياها فيخرج بها يتبطر بها نارا فقالوا يا رسول الله فلم تعطيهم قال يبون إلا أن يسألوني ويبى الله لي البخل وأكثر هؤلاء السائلين الملحين لما هم فيه من الحال لو لم يجابوا لاضطرب إيمانهم كما أن السائلين له في الحياة كانوا كذلك. ഓ ജനങ്ങളെ, റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹിനോട് വല്ലതും ആവശ്യപ്പെട്ടാൽ റസൂലുള്ള ഹയാത്ത് കാലത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ചോദിച്ചാലും റസൂലുള്ള കൊടുക്കാറുണ്ട്. ഇബ്നു തൈമിയ്യ പറയാണ്, മരണത്തിന് മുമ്പ് റസൂലുള്ള കൊടുക്കാറുണ്ട്, മരണത്തിന് ശേഷവും റസൂലുള്ള കൊടുക്കാറുണ്ട്. അതിലെനിക്ക് തർക്കമില്ല. പിന്നെന്താ അങ്ങനെ കൊടുക്കാൻ കാരണോ? റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് കൊടുക്കാൻ കാരണോ? ഞാൻ കൊടുത്തില്ലെങ്കിൽ അവന്റെ ഈമാൻ തെറ്റിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് കൊടുക്കുകയാണ്. മരണത്തിന് ശേഷവും റസൂലുള്ള കൊടുക്കാൻ കാരണോ? ഞാൻ ഖബറിൽ എന്നോട് വിളിച്ചു ചോദിച്ചിട്ട് ഞാനൊന്നും കൊടുത്തില്ല, അയാൾ ഈമാൻ തെറ്റിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ്. അപ്പൊ ഏതായാലും ഖബറിലുള്ള നബീനെ വിളിച്ചു ചോദിച്ചാൽ ഈമാൻ തെറ്റൂലാന്ന് ഉറച്ചി. ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ട് അവസാനം എത്തിയത് അവിടെയാ. ഖബറിന്ന് റസൂലുള്ള സഹായിക്കാൻ കാരണം ചോദിച്ചാളെ ഈമാൻ തെറ്റിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ചോദിച്ചത് കൊണ്ട് ഈമാൻ ഒരു കേടും വരുന്നില്ല എന്ന് നിങ്ങളുടെ ഖുർആനിന് തുല്യമാണെന്ന് പറഞ്ഞ ഇബ്നു തൈമിയ്യയുടെ വാചകമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. പക്ഷേ ചോദിക്കൽ സുന്നത്തില്ല. ഇതാ തർക്കം, സുന്നത്തുണ്ടോ ഇല്ലേ? നിങ്ങളെ വാദം ഞങ്ങൾക്ക് മുസ്ലിക്കായ കാഫിറാണ് അല്ലേ? നിങ്ങൾ എഴുതിയില്ലേ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. 955 ഡിസംബറിലെ സെൽസബിയിൽ നിഷേധിക്കാൻ കഴിയോ നിങ്ങൾക്ക്? അപ്പൊ EK കാഫിർ, കാന്തപുരം കാഫിർ, കൂറ്റനാട് കാഫിർ, ഉസ്താദ് കാഫിർ, പിന്നെ ആര് മുസ്ലിം? 3 മുജാഹിദ് മുസ്ലിം അല്ലേ? ഈ മുജാഹിദ് നിങ്ങളെ വലിയ നേതാവ്, ഖുർആന്റെ തുല്യമായ നേതാവ് ഇബ്നു തൈമിയ്യ പറയുന്നതോ മുഹമ്മദ് നബി ഖബറിന് സഹായിച്ചിട്ടുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. സഹായിക്കാതിട്ട് ഈമാൻ തെറ്റിപ്പോണ്ടെന്ന് വിചാരിച്ച് സഹായിച്ചതാണ്. അപ്പൊ ഖബറിന്ന് വിളിച്ചാൽ ഈമാൻ തെറ്റൂലാന്ന് ഉറച്ചില്ലേ? പണ്ടൊരു ചങ്ങാതി കൊല്ലിയായുൽ കാഫിർ നോദിയിട്ട് തീരായിട്ട് കൊല്ലിയായുൽ കാഫിർ തീരുന്നില്ല. അപ്പൊ ഇയാളെ തന്നെ നിർത്തണ്ടേ? ഇതുപോലെ ഇബ്നു തൈമിയ്യ ഇസ്തിഗാസനെ സംബന്ധിച്ച് സംസാരിച്ചിട്ട് അവസാനം നിർത്തിയത് ഇതും പറഞ്ഞിട്ടാ അറിയോ? എന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ വെല്ലുവിളിക്കാൻ വരുന്നത്? ഇബ്നു തൈമിയ്യ വലിയ പണ്ഡിതനല്ലേ? അദ്ദേഹം പറഞ്ഞിട്ട് എത്തിയില്ലാതെ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ സഹോദരന്മാരെ, പറഞ്ഞു വന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അമ്പിയാക്കളെ വിളിക്കുന്നതോ ഔലിയാക്കളെ വിളിക്കുന്ന പ്രശ്നമേ അല്ല. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് എത്രയാ പാടിയത് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. ഇമാം റാസി അവർ തഫ്സീർ റാസിയിൽ കാണാം, ഓ നബിയേ യുനാദൂന മിൻ വറായി, തങ്ങളുടെ വാതിൽക്കൽ വന്നിട്ട് ആ മുഅ്മിനീങ്ങൾ വിളിക്കുന്നു ഖബറിന്റെ അടുക്കൽ. റഫഅനാ ലക ദിക്റക എന്നതിന്റെ വ്യാഖ്യാനം തന്നെ അതാ, തങ്ങളെ വാതിൽക്കൽ വന്ന് വിളിക്കുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കലോ പറയലോ അത് ഒരാൾക്കും തർക്കമില്ലാതെ പുണ്യകർമ്മമാണെന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഇസ്റാഉൽ സഖാമിൽ പറയുന്നു. മുസ്ലിം സമുദായത്തിൽ വെറുതെ തർക്കം വലിച്ചിട്ടതല്ലേ ഇത്? പിന്നെ സഹോദരന്മാരെ, ഇവിടെ പറഞ്ഞെന്തറിയോ? ഒരു വഹദത്ത് മാലുണ്ടോലോ, പിന്നെന്താ കുറെ പന്താവൂരിന്റെ ബുക്കും, പിന്നെന്താ ഒരു മുഹീദ്ദീൻ മാല എന്നൊരു മാലുണ്ടോലോ, അതിലൊരു റൂഹ് തട്ടിക്കൊണ്ടുപോയ കൊട്ടയെന്ന് തട്ടിക്കൊണ്ടുപോയ ചരിത്രം ഉണ്ടോലോ. കേട്ടോളെ, അതിനൊക്കെ മറുപടി മൗലവിമാര് കേട്ടോളെ. ഞാൻ പറയാം, ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ മൗലവിമാരെ? നിങ്ങളതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ടോ? പറയണമെങ്കിൽ പഠിക്കണ്ടേ? എന്തെങ്കിലും അറിയാമോ? ഒരു ചുക്കും പഠിക്കാതെ നിങ്ങൾ നീ മതം പറയാൻ പോകണം. അള്ളാഹുവിന്റെ ഔലിയ, ഞാൻ ചുരുക്കിയൊരു വിശദീകരണം സാധാരണക്കാർക്ക് കൂടി പറയാം. അള്ളാഹുവിന്റെ ഔലിയ, അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ അള്ളയുമായി ആത്മീയമായി അടുത്തവർ, അള്ളാഹുമായി അടുത്തവർ. ഈ അടുത്തവർ 2 വിധക്കാരുണ്ട്. ഒന്ന് അവർ ബുദ്ധി നേരെ ഉള്ളവരാ, ബുദ്ധി നേർക്ക് നേരെ ഉള്ളവരാ, അള്ളാഹുമായി വളരെ അടുത്തവരുമാ. അങ്ങനത്തെ ആളുകളാണ് ശൈഖന്മാരാകാൻ പറ്റുന്നവർ. ഗൗസുൽ ആസം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം ഗസ്സാലി, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി, അങ്ങനെ തുടങ്ങി നമ്മൾ കേൾക്കുന്ന ശൈഖന്മാർ. അവർ ബുദ്ധി നേർക്ക് നേരെ ഉള്ളവരാണ്. അതോടുകൂടെ തന്നെ അവർ ശൈഖന്മാരാണ്.
അവരുടെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാവുന്നതും ആണ്, ജീവിക്കേണ്ടതും ആണ്. അതാണ് ശൈഖന്മാർ. വേറൊരു കൂട്ടരുണ്ട്, അതൊക്കെ ഞാൻ പലപ്പോഴും വിശദീകരിച്ചതാണ്. ശൈഖാകാൻ പറ്റില്ല, അവരെ നിർദ്ദേശം സ്വീകരിക്കാൻ പറ്റില്ല, അവരെ പിന്തുടരാൻ പറ്റില്ല, അവരെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് താനും. അതെങ്ങനെ പറയാം? അള്ളാഹുവിനെ സ്നേഹിച്ചു. അവർ സ്നേഹം കൂടുതലായപ്പോ അവരെ മനസ്സ് തെറ്റിപ്പോയി. മനസ്സ് തെറ്റിയതിന്റെ കാരണം എന്താ? അള്ളാഹിനെ സ്നേഹിച്ചിട്ട് തെറ്റിയതാ. അതുകൊണ്ട് അള്ളാഹിന്റെ അടുക്കൽ അവർക്ക് ബഹുമാനം, പക്ഷെ അവരെ മനസ്സ് റെഡിയില്ല. മനസ്സ് റെഡിയില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വാക്കുകളും പ്രവൃത്തികളൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അവരെ ശൈഖാണ് എന്ന നിലക്ക് അവരുടെ നിർദ്ദേശം സ്വീകരിച്ച് ജീവിക്കാനും പാടില്ല. ഇവർക്ക് മജ്ദൂബുകൾ എന്ന് പറയും. ഈ മഹാന്മാരെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ശറഹുൽ മഖാസിൽ ഇമാം തസാദാനി പറഞ്ഞിട്ടുണ്ട്, ഇമാമികളെല്ലാം അത് വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഇത് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കും. രണ്ട് വിഭാഗമുണ്ട് ഔലിയാക്കൾ. ഈ ഔലിയാക്കളുടെ സ്വഭാവം എന്താ? അവർക്ക് അവരുടെ ശരീരം തന്നെ ഓർമ്മയില്ല, മറ്റുള്ളതും ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു കൂട്ടര്. അതെങ്ങനെ അങ്ങനെ സംഭവിക്കുമോ മൗലിയാരെ? അതൊക്കെ സംഭവിക്കും. അതൊക്കെ ഇപ്പം മൗലവിമാർക്ക് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് പഠിപ്പിച്ചു തരാൻ കഴിയില്ല. നിങ്ങൾ വരൂ, സിറാജുൽ വരൂ, ഒറ്റ സെന്റർ കിതാബ് ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, സാധാരണക്കാർക്ക് വേണ്ടി പറയാം, കേട്ടോളൂ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി അതാ നമ്മുടെ സുലൈഖ ബീവി യൂസുഫ് നബിയെ തെറ്റായ പ്രവർത്തനത്തിന് വേണ്ടി ക്ഷണിച്ചൊരു സംഭവം ഖുർആനിലുണ്ട്. ഒന്ന് യൂസുഫ് സൂറത്ത് 1 അങ്ങനെ ആ സംഭവത്തിൽ നിങ്ങൾക്ക് കാണാം, സുലൈഖാനെ സംബന്ധിച്ച് പലരും ആക്ഷേപം പറഞ്ഞു പെണ്ണുങ്ങന്മാർ. അപ്പൊ സുലൈഖ എന്ത് ചെയ്തു? എല്ലാരെയും കൂട്ടിക്കൊണ്ടുവന്നൊരു സൽക്കരിക്കുമ്പോൾ എന്ത് ചെയ്തു? ഒരു ആപ്പിള്, എല്ലാവർക്കും ഒരു ആപ്പിള് കൊടുത്തു. പിന്നെ എന്തു? ആ സ്ഥലം നിർത്തെ ആപ്പിള് കൊടുത്ത സംഭവം. അങ്ങനെ ആപ്പിള് കൊടുത്തു യൂസഫ്, ആപ്പിള് കൊടുത്തു. ആ ആപ്പിള് കൊടുത്തിട്ട് എല്ലാവരുടെ കയ്യിൽ ഒരു കത്തിയും കൊടുത്തു. ഈ കത്തിയും കൊടുത്തിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ എന്ത് ചെയ്തു? ആ സദസ്സ് കൂടെ ഇറക്കി പറഞ്ഞേറ്റു. ആര്? സുലൈഖ. ഖുർആനിൽ അല്ലാഹു പറയാണ്, ഫലമ്മാ സമിഅത് ബിമക്രിഹിന്ന അർസലത് ഇലൈഹിന്ന വഅതദത് ലഹുന്ന മുത്തകഅൻ വഅഹതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീന വഖാലത് ഇഖ്റുജ് അലൈഹിന്ന. കത്തി കൊടുത്തിട്ട് പറഞ്ഞു, യൂസുഫേ, നീ ആ സ്ത്രീകളുടെ മുന്നിലൂടെ ഒന്ന് ഇറങ്ങി നടക്കൂ. فلما رأينه أكبرنه അവർ ആ സ്ത്രീകൾ യൂസുഫ് നബിയെ കണ്ടപ്പോ അക്ബർനഹു, അവരെ മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. യൂസുഫ് നബിയുടെ ഭംഗി കണ്ടപ്പോ അവരെ മനസ്സിന് താങ്ങാൻ കഴിഞ്ഞില്ല. അവരത് വലിയതായി കണ്ടു. അവരുടെ കൈ ആപ്പിളിന്റെ കൂടെ അവർ മുറിച്ചുപോയി. കൈ മുറിച്ചുകൊണ്ട് ആ സ്ത്രീകൾ പറഞ്ഞുപോയി, ഇത് മനുഷ്യനല്ല, ഇതൊരു വലിയ മലക്കാണെന്ന് പറഞ്ഞുപോയി. ഇപ്പൊ നിങ്ങളൊന്ന് നോക്ക്, അവരെ മനസ്സ് തെറ്റിപ്പോയി, കൈ മുറിച്ചുപോയി. ആപ്പിൾ മാത്രല്ലേ മുറിച്ചത്, ആപ്പിളിന്റെ കൂടെ കൈയും കൂടി മുറിച്ചുപോയി. ശരീരം ഓർമ്മയില്ല. പിന്നെയോ മനുഷ്യരെ കണ്ടപ്പോ മലക്കാന്ന് പറയുകയും ചെയ്ത്. എന്താ പറയുന്നതെന്ന് ഓർമ്മയില്ല, പറയുന്നത് എന്താന്ന് ഓർമ്മയില്ല, ചെയ്യുന്ന എന്താന്ന് ഓർമ്മയില്ല. എന്താ കാരണം? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭംഗിയിലങ്ങ് ലയിച്ചുപോയി. ഓ സഹോദരാ, അള്ളാഹുവിനെ പ്രിയം വെച്ച മഹാന്മാർ അവർ അള്ളാഹുവിനെ കാണണമെന്ന ചിന്തയിലങ്ങ് ലയിച്ചു. അള്ളാഹുവിനെ പ്രിയം വെച്ചങ്ങ് ലയിച്ചു. ആ ലയനത്തോടുകൂടെ നിങ്ങൾ ഓർക്കണം, ആ ലയനത്തോടുകൂടെ അവരുടെ മനസ്സങ്ങ് തെറ്റിപ്പോയി. ഈ യൂസുഫ് നബിയെ കണ്ടിട്ട് തന്നെ മനസ്സ് തെറ്റിയത് ഖുർആൻ പറഞ്ഞില്ലേ? അള്ളാഹുവിനെ ചിന്തിച്ച് മനസ്സ് തെറ്റിപ്പോയി. അങ്ങനെ തെറ്റിപ്പോയാൽ അവർക്ക് പിന്നെ എന്താ ചെയ്യുന്നതെന്നില്ല, എന്താ പറയുന്നതെന്നില്ല. ഇവർക്ക് റുഖലാഉൽ മജാനീൻ എന്നാ പണ്ഡിതന്മാര് പറയാ. ബുദ്ധിയുള്ള ഭ്രാന്തന്മാര് തന്നെ അവര്. പക്ഷെ ബുദ്ധിയുള്ള ഭ്രാന്തന്മാര് തന്നെ അവരല്ലാനല്ലേ സ്നേഹിച്ചത്, ബുദ്ധിയല്ലേ അത്? അള്ളാനെ സ്നേഹിച്ച് ഭ്രാന്തായിപ്പോയി. അങ്ങനത്തെ ഭ്രാന്തന്മാർക്ക് തെക്ലീഫുണ്ടോ? അവരോട് കൽപ്പന ഉണ്ടോ? ഇല്ല. കാരണം അവരുടെ മനസ്സ് ബുദ്ധി ശരിയില്ല. അങ്ങനത്തെ ചില ആളുകളുണ്ട് ഔലിയാക്കൾ. അവരുടെ നിർദ്ദേശം സ്വീകരിച്ച് ജീവിക്കാൻ പാടില്ല.
അവരെ തരീഖത്ത് വാങ്ങാൻ പാടില്ല, അവരെ കൈപിടിച്ചിട്ട് അവർ പോലെ സ്വീകരിക്കാൻ പാടില്ല, അവരൊന്നും സ്വീകരിക്കാൻ പാടില്ല. പക്ഷേ അവർ ഔലിയാക്കളായതുകൊണ്ട് അവരെ ബഹുമാനിക്കണം. അവർക്കാണ് മുഅത്തഖദുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചിലരുണ്ട് ഔലിയാക്കളെ കൂട്ടത്തിൽ. ആ ഔലിയാക്കൾ അള്ളാഹുവിനെ സ്നേഹിച്ച് മനസ്സ് തെറ്റിപ്പോയവർ. അത്തരത്തിലുള്ള ചില ആളുകളുടെ ചരിത്രങ്ങൾ ഉണ്ടാവും. അത്തരം ചരിത്രങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവർ കാര്യമായിട്ട് ഉദ്ധരിക്കും. അപ്പൊ ഉദ്ധരിക്കുമ്പോ സാധാരണക്കാർക്കൊന്നും ഇതെന്താ ഔലിയേ, ഓ മനുഷ്യ, അത് മനസ്സ് തെറ്റിപ്പോയ ആളുകളുടെ പ്രവർത്തനങ്ങളാണ്. അതൊന്നും നീ വിലായത്തും കറാമത്തും നിഷേധിക്കാൻ കാരണമായിക്കൂടാ. നീ മനസ്സിലാക്കണം. സുലൈഖന്റെ മനസ്സ് തെറ്റിയോ? സുലൈഖ എപ്പോഴും കൈയെടുത്തിട്ട് ആപ്പവർക്ക് കൈ മുറിക്കുകയോ ഇല്ല. സുലൈഖന്റെ മനസ്സ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടിട്ട് യൂസുഫ് നബിയിൽ തന്നെ ലയിക്കാന്നല്ലാതെ ആപ്പിൾ മുറിക്കുമ്പോൾ കൈമുറിഞ്ഞിട്ടൊന്നുമില്ല. സുലൈഖക്ക് കുറച്ചും കൂടി മനക്കരുത്തുണ്ട്, ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് മരത്തിന് മനക്കരുത്തില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചു, എന്നാ പിന്നെ റസൂലുള്ളാഹിലെ ഏറ്റവും വലിയ ഒലിയും നബിയും അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഒലി, അവർക്കെല്ലാം അങ്ങനെ സംഭവിക്കുന്നത്? അവർക്ക് സംഭവിക്കില്ല, കാരണം അവർ ഇവരെക്കാളും വലിയവർക്ക് സംഭവിക്കൂല. ഇത് ഔലിയാക്കളെ കൂട്ടത്തിൽ രണ്ടാം കിടക്കാരാ, ഒന്നാം കിടക്കാരല്ല, ഫസ്റ്റ് ക്വാളിറ്റി അല്ല. ഫസ്റ്റ് ക്വാളിറ്റിക്കാരാ മുഹീദ്ദീൻ ശൈഖൊക്കെ, അവർക്ക് സംഭവിച്ചിട്ടില്ല, അവരാ ശൈഖന്മാര്. അപ്പൊ ഔലിയാക്കൾ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് അള്ളാഹനെ സ്നേഹിച്ച് മനസ്സ് തെറ്റി ഭ്രാന്തായി പോയവരുണ്ട്. ഒരു വിഭാഗം അങ്ങനെ മനസ്സ് തെറ്റാത്തവരുണ്ട്. ഈ തെറ്റിയ കക്ഷികൾക്കാണ് അഹ്ലുൽ ഗൈബ് എന്ന് പറയുന്നത്. അവരുടെ കിതാബുകൾ നോക്കാൻ പാടില്ല, അവരെ നിർദ്ദേശം സ്വീകരിക്കാൻ പാടില്ല. അത് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസമാ. അത് ഫത്ഹുൽ മുഈനിലുണ്ട്. മോനെ ഫത്ഹുൽ മുഈൻ എടുത്താ. ഇവരെന്തേ ഫത്ഹുൽ മുഈൻ ഓതാതിരുന്നത്? ഫത്ഹുൽ മുഈൻ ഓതണം. ഫത്ഹുൽ മുഈനിലുണ്ട്. ഇബ്നു അറബിയെ പോലുള്ളവരെ കിതാബ് നോക്കാൻ പാടില്ല, അവരെ കിതാബ് വായിക്കാൻ പാടില്ല, അവർ പറഞ്ഞ് സ്വീകരിക്കാൻ പാടില്ല. അവരാളുകൾ വലിയ ആളുകൾ അല്ലാഹുവിനെ സ്നേഹിച്ചിട്ട് ഭ്രാന്തായി പോയതല്ലേ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഫത്ഹുൽ മുഈനിലുണ്ട് ആ വിഷയം. ഒന്നെടുത്തിന്റെ മൂലം കാണിച്ചു കൊടുത്തവനെ ഇവിടെ എത്തായിട്ട് പറഞ്ഞു. ഞാൻ അതൊക്കെ മുമ്പ് ഇവിടെ കള്ളത്തിരിക്കത്തിന് പറ്റി പ്രസംഗം വായിച്ചതാണ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഫത്ഹുൽ ഞങ്ങളെ സർവ്വ കിതാബിലുണ്ടത്. അവർ പറയുന്നത് സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു കൂട്ടരുണ്ട് ഔലിയാക്കൾ. അവരെ ചില ചരിത്രങ്ങളുണ്ടാവും. ആ ചരിത്രങ്ങൾ ഉദ്ധരിച്ച് കറാമത്തിനെ ചോദ്യം ചെയ്യുക, ഔലിയാക്കളെ പരിഹസിക്കുക, അതിവരുടെ ഹോബിയാണ്. അതിൽ മുസ്ലിമീങ്ങൾ വിട്ടുപോകണ്ട ഞാൻ പറഞ്ഞു. അങ്ങനെ സംഭവിക്കുമോ മര്യാദ? അതിന്റെ തെളിവ് ഖുർആനിൽ നിന്നാണ് ഞാനിപ്പോ ഒന്ന് പറഞ്ഞു. ഇനി ഹദീസ് കേട്ടോ. അള്ളാഹിന്റെ റസൂല് പറയുന്നു, ആ മുസ്ലിം കേട്ടെടുത്തവനെ മുസ്ലിമിൽ കൊണ്ടുവന്നില്ലേ? സഹീഹ് മുസ്ലിമിൽ നിങ്ങൾക്ക് കാണാം. അള്ളാഹിന്റെ റസൂല് പറയാണ്, ഒരാള് തൗബ സ്വീകരിക്കുന്നതിനെ പറ്റി ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയാൻ. ഒരാള് അയാളെ മുഴുവൻ സ്വത്തും എല്ലാവരും ഒട്ടക പുറത്താളുള്ളത്. അങ്ങനത്തെ ആ ഒട്ടകത്തിന് ഒരു ദിവസം നോക്കുമ്പോൾ കാണുന്നില്ല. ഇയാൾ ഞാനെങ്ങനെ ജീവിക്കാന്നുള്ള കാര്യത്തിൽ ഭയങ്കര ബേജാറിലായി. ആ ബേജാറിൽ ഇങ്ങനെ കുടുങ്ങി നടക്കുമ്പോ ഒരു ദിവസം നേരം വെളുത്തുമ്പോ ഇയാളെ മുന്നിൽ ഒട്ടകവും സാധനം ഒക്കെ മുന്നിൽ. അത് ഐസമിൻ റാഹിലത്തിഹി ഫബൈനാഹു കദാലിക ഇദാ ഹുവ ബിഹാ ഖായിമത്തുൻ ഇൻദഹു ഫഅഖദ ബിഖിതാമിഹാ. ഒട്ടകം നഷ്ടപ്പെട്ടു പോയിട്ട് ആ ഒട്ടകം ഇങ്ങ് കിട്ടിയപ്പോ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി പോയി. സുമ്മ ഖാല മിൻ സിദ്ദത്തിൽ ഫറഹി, ഈ ലയനത്തിൽ, ഈ സന്തോഷത്തിൽ ലയിച്ചിട്ട് ഇയാളങ്ങ് പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദീ വഅന റബ്ബുക്. പറഞ്ഞ എന്താണ്? അല്ലാഹുമ്മ അൻത അബ്ദീ വഅന റബ്ബുക്. അല്ലാഹുവേ, നീ എന്റെ അടിമയാണ്, ഞാൻ എന്റെ റബ്ബാണ്. അവർ നേരെ തിരിച്ചാ പറഞ്ഞത്. പറയേണ്ടത് അല്ലാഹുമ്മ അന അബ്ദീ വഅൻത റബ്ബീ. അതിന് പറഞ്ഞ എന്താണ്? അല്ലാഹുമ്മ അൻത അബ്ദീ, അല്ലാഹുവേ നീ എന്റെ അടിമയാണ്, വഅന റബ്ബുക്, ഞാൻ എന്റെ റബ്ബാണ് എന്ന് പറഞ്ഞു. അൻത അബ്ദീ വഅന റബ്ബുക്, ഞാൻ നിന്റെ റബ്ബാണ്, നീ എന്റെ അടിമയാണ് എന്ന് അള്ളാഹിനോട് പറഞ്ഞു. അല്ലാഹുമ്മ അൻത അബ്ദീ വഅന റബ്ബുക്. ഇങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ഇദ്ദേഹം ഈ ഒട്ടകത്തിനെ കാണാത്ത ബേജാറിൽ അവസാന ഒട്ടകത്തിന് പെട്ടെന്ന് കിട്ടിയ സന്തോഷത്തിൽ അള്ളാഹിനോട് പറയുമ്പോ ഇയാളെ നാവും തെറ്റിപ്പോയി, മനസ്സും തെറ്റിപ്പോയി. പെട്ടെന്ന് പറഞ്ഞ വാചകം ഇങ്ങനെ, എന്ത്? അൻത അബ്ദീ വഅന റബ്ബുക്. ഹദീസിൽ കാണാം, അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹി, സന്തോഷത്തിന്റെ കാഠിന്യം കൊണ്ട് അദ്ദേഹത്തിന് പിഴച്ചുപോയി, വാക്ക് പിഴച്ചുപോയി. അത് ഗഫറാൻ പറയാൻ പറ്റുമോ? ഇല്ല. സന്തോഷത്തിന് അങ്ങനെ പറഞ്ഞു വരാ. ഇങ്ങനെ എന്റെ ഔലിയാക്കളെ കൂട്ടത്തിൽ ചിലര് അള്ളാഹിനെ സ്നേഹിച്ചിങ്ങനെ പോകുമ്പോ അവരെ ആത്മാക്കളെ ശുദ്ധിയാവുമ്പോ അള്ളാഹ് ചില മലക്കൂത്തുകൾ കാണിച്ചു കൊടുക്കും. ഞാൻ ആ ജ്യോതിയിലെ കദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർള്. അള്ളാഹ് ചില സാമ്രാജ്യങ്ങൾ അങ്ങ് കാണിച്ചു കൊടുക്കും. അപ്പൊ ലൗഹുൽ മഹ്ഫൂദ് മുതൽക്ക് പല സംഗതിയും കാണും, മലക്കുകളെ കാണും, അമ്പിയാക്കളെ റൂഹ് കാണും, അങ്ങനെ പല സംഗതിയും അങ്ങനത്തെ ആളുകൾ കാണും.
ആ കാണുന്ന സമയത്ത് ഇവർ ഇതിലങ്ങ് ലയിച്ച് ചിലപ്പോൾ അവരെ ശരീരം മറന്നുപോകും, സംസാരം മറന്നുപോകും. ആ സന്തോഷത്തിന്റെ കാഠിന്യം കൊണ്ട് ചിലപ്പോൾ അവരെ നാവിൽ നിന്ന് അതായി പാടില്ലാത്തത് വന്നുപോകും, ചിലപ്പോൾ പാടില്ലാത്തത് ചെയ്തു പോകും. അത്തരം ആളുകളെ ശൈഖാക്കി സ്വീകരിക്കാൻ പാടില്ല, അവരെ നിർദ്ദേശം സ്വീകരിക്കാൻ പാടില്ല. ഇവരാണ് ഉഖലാഉൽ മജാനീൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളവരുടെ ചരിത്രങ്ങൾ വായിച്ച് പരിഹസിക്കുന്നത് ഔലിയാക്കളെ നിന്ദിക്കലാണ്. നേരെ മറിച്ച് ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ പോലുള്ളവർ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ, അവര് ശൈഖന്മാരാണ്, മറ്റുള്ളവരെയും കൂടി പഠിപ്പിക്കുന്ന മഹാന്മാരാണ്. അതുകൊണ്ട് അവർക്ക് ആ നിലക്കുള്ള ഈ ന്യൂനത സംഭവിക്കുന്നില്ല, മനസ്സ് തെറ്റിപ്പോന്നില്ല. മനസ്സ് തെറ്റുക എന്നത് പൂർണ്ണതയല്ല, ന്യൂനതയാണ്. ഔലിയാക്കൽപ്പെട്ട രണ്ടാം കിടക്കാർക്കുണ്ടാകുന്നതാണ്, ഒന്നാം കിടക്കാരായവർക്ക് അതുണ്ടാകുന്നതല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, അത്തരം ഔലിയാക്കളെ ചരിത്രങ്ങൾ പറഞ്ഞ് പരിഹാസം ചുരിയുന്നത് വാസ്തവത്തിൽ വിവരമില്ലാത്തത് കൊണ്ടാണ്. അവരുടെ വാക്കിനൊക്കെ ചിലപ്പോൾ നമ്മൾ അറിയാത്ത ചില അർത്ഥങ്ങൾ ഉണ്ടാകും. അത് മൗലവിമാർക്ക് ഒരു ദിവസം കൊണ്ട് പഠിപ്പിച്ചു തരാൻ കഴിയില്ല. വേണമെങ്കിൽ എന്റെ കൂടെ കുറച്ച് ദിവസം നടന്നാൽ ഞാൻ കുറെയൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നേക്കാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഇവിടെ പറഞ്ഞൊന്ന്, ബീരാൻ ഔലിയാപ്പാപ്പ എന്ന ആളുടെ കേരളത്തിലെ മൂപ്പരിങ്ങനെ പറയുമ്പോൾ ലാ കണ്ണ ഇല്ലല്ലാഹ് ലാ മൂക്ക ഇല്ലല്ലാഹ് ഇങ്ങനെ പറയുമ്പോഴും അതൊരു ബുക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നെല്ലും പതിരും തിരിക്കാതെ എഴുതുന്നൊരു മൊഴിയാണ് KVM വന്നാവൂര്. അയാളങ്ങട്ട് എഴുതി, ഇത് വിവരമില്ലാത്തവരോട് പറയാമോ, വിവരമില്ലാത്തവർക്ക് ഇത് മനസ്സിലാവോ എന്നൊന്നും അയാൾ നോക്കിയില്ല. എന്നാൽ നേരിട്ട് പറയാൻ പാടില്ല. കല്ല് വിന്യാസ അതിന് കൂലിഹിന്നാണ്, ഓരോരുത്തർക്ക് ചെയ്യുന്നവരോട് പറയാവൂ. പ്രസവിച്ച ഉടനെയുള്ള കുട്ടിക്ക് ബിരിയാണി വാരിക്കൊടുത്താൽ ദഹിക്കുവോ? ഇല്ല. അതുപോലെ വിവരം കെട്ട ജാഹിലീങ്ങളോട് ഇങ്ങനത്തെ ബുക്കിറക്കാൻ പാടില്ല, അറിയിക്കാനും പാടില്ല. അതുകൊണ്ടാണ് ഫതുൽ മീൻ പറഞ്ഞു അവർ ബുക്കെന്ന് വായിക്കാൻ പാടില്ല, ഇബ്നു അറബിന്റെ കിതാബ് നോക്കാൻ പാടില്ല എന്നാ ഫതുൽ മീൻ പറഞ്ഞു. കാരണം വിവരമില്ലാത്ത നോക്കിയാൽ വെച്ചൂന്ന. അപ്പൊ വിവരമില്ലാത്തവരുടെ മുന്നിൽ ഇത്തരം ബുക്ക് ഇറക്കിയത് തന്നെ തെറ്റാണ്. ഇനി ഞാൻ പറയട്ടെ, ഈ പുസ്തകം തന്നെ എന്നാൽ അതൊന്ന് തീർത്തും വായിച്ചോ മൗലവി? ഈ ബുക്കിൽ തന്നെ പറയുന്നുണ്ടെന്ന്. ഇങ്ങനെ പോയിക്കുമ്പോ മൂപ്പരോട് ഒരാൾ ചോദിച്ചു, എന്തായി പറയും നിങ്ങൾ? ലാ മൂക്ക ഇല്ലല്ലാ. അപ്പൊ മൂപ്പര് പറഞ്ഞ്, എടോ ഇതൊന്നും അർത്ഥമില്ലാത്ത വാക്കുകളല്ല, അഗാധമായ അർത്ഥങ്ങളുണ്ട് വെക്ക്. ലാ മൗജൂദ ഇല്ലല്ലാ എന്ന ആശയമാണ് ഈ ദിക്റുകൾ വെളിപ്പെടുത്തുന്നത്. നാം കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു കാണിച്ചു തരുന്നതുകൊണ്ടാണ്. നാം മൂക്കുകൊണ്ട് മണക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു തരുന്ന കഴിവുകൊണ്ടാണ്. നാം പല്ലുകൊണ്ട് കടിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ കഴിവാണ്, നമ്മുടെ കഴിവല്ല. കല്ലിനും ഉള്ളിനുമൊന്നും അള്ളാഹു നൽകിയ ശക്തിയല്ലാതെ ഇല്ലാത്ത പോലെ തന്നെയാണ് നമ്മുടെ സ്ഥിതിയും. ഇതൊക്കെയാണ് ഈ ദിക്റുകളുടെ സൂചന. അപ്പൊ ആ മൂക്ക ഇല്ലല്ലാതെ മൂപ്പരോതിന്റെ അർത്ഥം ഈ മൂക്ക് അള്ള തന്നിട്ടുള്ളതല്ലാതെ ഇല്ല, അല്ലാതെ അള്ളയാണ് മൂക്ക് എന്നല്ല. ഈ മൂക്ക് അള്ള തന്നിട്ട് കിട്ടിയതാണ് എന്നാ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. അദ്ദേഹം തന്നെ പറഞ്ഞു ഈ ബുക്കിലുണ്ട്. അതുപോലെ കത്തിച്ചു. എന്നിട്ട് ആ മൂക്ക ഇല്ലല്ലാന്ന് ഒരു മൂക്കില്ലാത്തവന് വായിച്ചു കേൾപ്പിച്ചു കൊടുത്തു. ഒരു മൂക്കില്ലാത്തവനാണ് ഈ മുജാഹിദിന്റെ പ്രസംഗം കേൾക്കാൻ പോവാ. അപ്പൊ ഒരു മൂക്കും ഇല്ലാത്തവന് വായിച്ചു കേൾപ്പിച്ചു കൊടുത്തത് ആ മൂക്ക ഇല്ലല്ലാ. ഇത് വാസ്തവത്തിൽ ആ പുസ്തകവും കട്ടതാണ്. ഞാൻ ഇത് പറയാൻ കാരണം ഇതുപോലെയാണ് വഹദത്തുൽ വജൂദ്. എന്താണ് എന്ത് മാലയാ വഹദത്തുൽ വജൂദ് മാല? അത് ഇതിന്റെ അപ്പുറ. വഹദത്ത് മാല അത് ഇതിന്റെ അപ്പുറാണ്. അത് അവര് മനസ്സ് മറഞ്ഞു പോയ സമയത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് തെളിവല്ല, നമ്മളെ മുന്നിലോട്ട് കൊണ്ടുവരും വേണ്ട. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, മുജാഹിദീങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ആരും ഇല്ലല്ലോ. മുജാഹിദീങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരും ഉണ്ടോ മനസ്സ് മറിഞ്ഞു പോയവരും? ഇല്ലല്ലോ. എന്നാ ഒരു മുജാഹിദിന്റെ ബുക്കാണ് ഇനി ഞാൻ വായിക്കാൻ പോകുന്നത്. അതിലെന്താ പറയുന്നത്? അള്ളയും മുജാഹിദും ഒന്നാണ്. അള്ളയും മുജാഹിദും ഒന്ന് തന്നെയാണ് പറയുന്ന വാചകം മുജാഹിദിന്റെ ബുക്കിലാണ് വായിക്കാൻ പോകുന്നത്. പിന്നെന്താ പറഞ്ഞത്? ഗീതയും ഖുർആനും ഒന്നാണ്. പിന്നെന്താ പറഞ്ഞത്? കൃഷ്ണനും രാമനും ശിവനും മുഹമ്മദ് നബി ഒന്നാണ്. ആരാ പറഞ്ഞത്? മുജാഹിദാ പറഞ്ഞത്. മുജാഹിദിന്റെ ബുക്കിലാണ് ഞാൻ വായിക്കാൻ പോവാണ്. വരണം സലഫിയനിയും. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ ഇത് നിർത്തുന്നില്ല. നിങ്ങളെ ഓരോ പുസ്തകങ്ങൾ എടുത്തിട്ട് നാദാവൃത്ത് നല്ല ജനങ്ങളാൽ നിങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കലിൽ പെട്ടുപോയ കുറച്ച് നല്ല ആളുകളുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം കാണിക്കണം റഹ്മാനെ. മുജാഹിദിൽ പെട്ടുപോയ മുഴുവൻ ആളുകളും നിഷ്പക്ഷമായി ചിന്തിക്കുക. ഞാൻ വായിക്കാൻ പോകുന്നത് മുജാഹിദിന്റെ ഒരു ബുക്ക്. ആ മുക്തി മാർഗം എടുക്കട്ടെ മനെ. മുക്തി മാർഗം, മുജാഹിദിന്റെ മുക്തി മാർഗം. എന്താ മുക്തി മാർഗോ? ഇത് പുറത്തുള്ള മൗലവിയല്ലേ എഴുതിയത്? കുറ്റിയാടിക്കാരൻ മൗലവിയാണ്. ഇതിന് അവതാരിക എഴുതിയ മുജാഹിദിന്റെ പ്രസിഡന്റ് ഡോക്ടർ ഉസ്മാനാണ്. അങ്ങനെ ഡോക്ടർ ഉസ്മാൻ അവതാരിക എഴുതിയ ഏറ്റവും വലിയൊരു കിതാബാണ്. എന്റെ പേര് മുക്തിമാർഗം, ഗീത ബൈബിൾ ഖുർആൻ സമന്വയ ദർശനം. മുട്ടശ്ശേരിന്റെ ഒരുപാട് മൗലവിമാരെ ഉണ്ട് ഇതിന് ഇത് വായിച്ചു നോക്കിയിട്ട് ഭയങ്കരമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് എഴുതിയത്.
ഇതില് വായിക്കുന്ന വാചകം കേട്ടോളെ, എന്തെല്ലാം വായിക്കുന്നത് കേട്ടോ. എന്താ മുജാഹിദ് എന്ന് പഠിക്കണം. ഗീതയും ബൈബിളും ഖുർആനും, ഗീതയും ബൈബിളും ഖുർആനും ജ്ഞാനപ്രകാശം ചൊരിഞ്ഞ നേർവഴിയിലൂടെ, ഗീതയും ബൈബിളും ഖുർആനും ജ്ഞാനപ്രകാശം ചൊരിഞ്ഞ നേർവഴിയിലൂടെ ശ്രീകൃഷ്ണനും യേശുവും മുഹമ്മദ് നബിയും മോശയും ശ്രീവ്യാസനും ശാമോലും ശ്രീബുദ്ധനും അബ്രഹാമും നോഹയും ദാവൂദും മറ്റനവധി വിശുദ്ധരായ നബി പുങ്കവന്മാരും, നബിമാരെ പേരെല്ലാം കേട്ടില്ല നിങ്ങള്? നബിമാരെ പേരൊക്കെ കേട്ടില്ലേ? മറ്റനവധി നബി പുങ്കവന്മാരും മുനിശ്രേഷ്ഠന്മാരുമൊത്തുള്ള ഈ ആത്മാന്വേഷണ യാത്രയുടെ പരിസമാപ്തിയിൽ, മുക്തിമാർഗ കവാടത്തിൽ നാം ഇപ്പോൾ ഒന്നിച്ചെത്തിച്ചേർന്നിരിക്കുന്നു. അതിന്റെ മുമ്പ് പറയുന്ന വാദ്യം കേട്ടോ, നാമ് എന്ന് പറഞ്ഞാൽ ആരല്ല, അള്ളാഹ് ഇറക്കാട്ടോ. അത് ഞാൻ വായിച്ച് കേൾപ്പിച്ചേ കേട്ടോളെ. അങ്ങകലെ ആണോ? അങ്ങല്ലേ വർഷമുള്ളത്, അങ്ങ് എത്ര കിലോമീറ്റർ അതറിയില്ല. അങ്ങകലെ അജ്ഞാത മണ്ഡലത്തിൽ നാം സങ്കൽപ്പിച്ചാരാധിച്ചിരുന്ന നമ്മുടെ ദൈവം, മുജാഹിദിന് ഉറപ്പില്ലേ സങ്കല്പനേ ദൈവം? ഇങ്ങനെ മുജാഹിദിന് അള്ളാഹുവിൽ ഉറപ്പില്ലേ? അതല്ലേ അൽബക്കർ സൂറത്തിന്റെ ആദ്യം പറഞ്ഞത്, ലാ യുമിനൂൻ, അവർ വിശ്വസിച്ചിട്ടില്ലേ? കടുത്ത കാലം മുനാഫിക്കുകളാണെന്ന് അള്ളാഹ് പറഞ്ഞില്ലേ? ഇന്നാനഹ്നു മുസ്ലിഹൂ എന്നാ പറയാ, ഇന്നമാനഹ്നു മുസ്ലിഹൂ, ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകരാണെന്നാ പറയാ. വിശ്വസിച്ചിട്ടില്ല അള്ളാഹ് പറഞ്ഞില്ലേ? സങ്കല്പാട് പറയാൻ. അങ്ങകലെ അജ്ഞാത മണ്ഡലത്തിൽ നാം സങ്കൽപ്പിച്ചാരാധിച്ചിരുന്ന നമ്മുടെ ദൈവം ഇതാ രക്ഷകനായി, കരുണാമയനായി നമ്മുടെ എല്ലാം അടുത്തെത്തി നിൽക്കുന്നു. ദൂരെയുള്ള പഠിച്ചവന് നമ്മൾ സങ്കല്പിച്ചാണ്, ആ സങ്കല്പിച്ച പഠിച്ചവൻ അടുത്തെത്തി നിൽക്കുന്നു. നമുക്ക് നമ്മെ തിരിച്ചറിയാൻ കഴിഞ്ഞു, നമ്മുടെ മാതാപിതാക്കൾ ആരാണെന്നറിയാനും കഴിഞ്ഞു. നമ്മുടെ എല്ലാം ദൈവം ഇപ്പോൾ ഒന്നായി, നാം അറിയാതെ നാം തമ്മിൽ സ്നേഹവാസത്തിൽ ബന്ധിതരായി നാം ഒന്നായി. എന്തിനാ? എങ്ങനെ? നമ്മൾ അങ്ങ് സങ്കല്പിച്ച് വെച്ച ദൈവം ഉണ്ടല്ലോ, ആ ദൈവവും നമ്മളെല്ലാവരും അങ്ങനെ ദൈവം വന്ന് അരിയത്ത് നിന്ന് സ്നേഹിച്ച് അങ്ങനെല്ലാം കൂടി നാമും ദൈവവും എല്ലാം കൂടി നമ്മളെല്ലാം കൂടി നാം ഒന്നായി. ഇതാ മുജാഹിദ്. ഇത് മുജാഹിദിന്റെ കുറ്റ്യാടിയിലെ റഹീം മൗലവി എഴുതി. എന്നിട്ട് മുജാഹിദിന്റെ പ്രസിഡന്റ് ഡോക്ടർ ഉസ്മാൻ വായിച്ചു നോക്കി. എന്നിട്ട് അവതാരിക എഴുതി. എല്ലാവരും അവതാരിക എഴുതിയ പുസ്തകമാണ്. അപ്പൊ ഞാൻ പറയട്ടെ, ഹുസൈൻ സലഫി ഇനിയും വരണം, എല്ലാ സെൽഫികളും വരണം. നാദാപുരത്തേക്ക് എന്നെ വിളിക്കുന്നു. ഇതെന്റെ നാടാണ്, ഇതെന്റെ നാടാണ്, ഇവിടത്തേക്ക് തന്നെ വരൂ നിങ്ങൾ. എന്നിട്ട് പഠിക്കൂ, എന്റെ അടുക്കെന്ന് നിങ്ങൾ പഠിക്കൂ. എന്താ മുജാഹിദ് എന്ന് പഠിക്കൂ, എന്താ ജമാഅത്ത് ഇസ്ലാമി എന്ന് പഠിക്കൂ, എന്താ സുന്നി എന്ന് പഠിക്കൂ. ഓ മൗലവിമാരെ, അതാണ് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളും പഠിച്ചവനും ഒന്നാണല്ലേ? നിങ്ങളും പഠിച്ചവനും ഒന്നാണല്ലേ? നിങ്ങളും പഠിച്ചവനും ഒന്ന്. എന്നിട്ടാ പിന്നെയാ പറയുന്നത്, പിന്നെ പറയുന്നത് എന്താണ്? ഗീതയും ബൈബിളും ഖുർആനും ജ്ഞാനപ്രകാശം ചൊരിഞ്ഞ നേർവഴിയിലൂടെ ശ്രീകൃഷ്ണനും യേശുവും മുഹമ്മദ് നബിയും മോശയും ശ്രീവ്യാസനും, ഒരു നബിയാ, ശ്രീവ്യാസനും ശാമോലും ശ്രീബുദ്ധനും അബ്രഹാമും നോഹയും ദാവൂദും മറ്റനവധി വിശുദ്ധരായ നബി പുങ്കവന്മാരും മുനിശ്രേഷ്ഠന്മാരുമൊത്തുള്ള ഈ ആത്മാന്വേഷണ യാത്രയുടെ പരിസമാപ്തിയിൽ, മുക്തിമാർഗ കവാടത്തിൽ നാം ഇപ്പോൾ ഒന്നിച്ചെത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു മൗലവിമാരോട്, ഇതെന്ത് തൗഹീദാണ്? എവിടുത്തെ തൗഹീദാണ്? എവിടുത്തെ ഇസ്ലാമാണ്? ഏത് ഖുർആനാണ്? ഏത് ഹദീസാണ്? നിങ്ങൾ ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരെ കുഫറിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയല്ലേ? മൗലവിമാർക്ക് ഒരൊറ്റ ഒന്നിനും ഇസ്ലാമിന് വിശ്വാസമില്ല, ഒരൊറ്റ ഒന്നിനും ഈമാനില്ല, ഖുർആനിൽ വിശ്വാസമില്ല, ഹദീസിൽ വിശ്വാസമില്ല. സാധാരണക്കാരെ കാഫറാക്കാൻ വേണ്ടി പുസ്തകം എഴുതിയിട്ട് പണം കൊയ്യുകയല്ലേ? ഇങ്ങനെ നിങ്ങൾ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിഷേധിക്കാൻ കഴിയോ സലഫി? നിഷേധിക്കാൻ കഴിയോ മൗലവിമാരെ? പുസ്തകം കയ്യിൽ പിടിച്ചാ ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് എഴുതിയത്? ഒടുക്കുവാനേ അതില് വെക്കട്ടെ, CD യിലെല്ലാം നന്നായിട്ടൊന്ന് കാണട്ടെ.
എന്താണ് ഈ മുജാഹിദ്? മുജാഹിദിനെ സംബന്ധിച്ചൊരു ചുക്കും പഠിക്കാതെ മുജാഹിദ് പ്രസംഗിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കിക്കുന്ന മൊയ്യാന്മാര് അള്ളാഹു നന്നാക്കട്ടെ. എന്നിട്ട് ആ മൊയ്യാന്മാര് പോയി നിൽക്കുന്ന കണ്ടിട്ട് ജാഹിലിങ്ങൾ പോയി നിൽക്കൂ, കാരണം മൊയ്യാരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത്തരം സദസ്സിൽ മുസ്ലിയാന്മാര് പോയി നിൽക്കുന്നത് സാധാരണക്കാരവരുടെ സദസ്സിലേക്ക് കൊണ്ടുപോയി പിഴപ്പിക്കാൻ കാരണമല്ലേ? അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ അപ്പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ ഈ മുസ്ലിയാർക്ക് സാധിക്കണ്ടേ? ഇല്ലെങ്കിൽ ഈ മുസ്ലിയാന്മാര് വിദ്യാർത്ഥികളുടെ സദസ്സ് പോയി ഭംഗിയാക്കി കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഓ മുസ്ലിയാന്മാരെ, ഒരൊറ്റ മനുഷ്യൻ മുജാഹിദായിട്ട് ഇപ്പറയുന്ന ആശയത്തിലെത്തിപ്പോയാൽ, അവരെ ഈമാൻ തെറ്റിപ്പോയാൽ നിങ്ങൾ ഉത്തരവാദികളല്ലേ? നിങ്ങൾ അള്ളാന്റെ അടുക്കൽ ഉത്തരവാദികളല്ലേ? കയ്യും കെട്ടിയിട്ട് മുജാഹിദിന്റെ പരിപാടി വിജയിപ്പിക്കാൻ പോകുന്ന അര മുസ്ലിയാന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താണ് മുജാഹിദ് എന്ന് മനസ്സിലാക്കിയത്? നിങ്ങൾ ബഹുമാനപ്പെട്ട കീഴൻ ഉസ്താദിനെ കണ്ട് പഠിക്കരുതോ? നിങ്ങൾക്ക് കീഴൻ ഉസ്താദിന്റെ ജീവിതത്തിൽ മുജാഹിദിന്റെ പ്രസംഗം കേൾക്കാൻ പോയോ? കീഴൻ ഉസ്താദിന്റെ ജീവിതത്തിൽ മുജാഹിദിന്റെയോ ജമാഅത്ത് ഇസ്ലാമിയുടെയോ ക്ലാസ് കേൾക്കാൻ പോയോ? കുത്തുബിത്തങ്ങൾ പോയോ? അതുപോലുള്ള മഹാന്മാർ ഇ കെ ഉസ്താദ് പോയോ? അതുപോലുള്ള ആളുകൾ പോയോ? എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വല്ല അബദ്ധവും വല്ലവർക്ക് വന്നെങ്കിൽ വന്നതപ്പോൾ തന്നെ മറ്റു പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ മാന്യ മുസ്ലിമീങ്ങൾ സഹോദരന്മാർ ചിന്തിക്കണം. അതുകൊണ്ട് മുജാഹിദ് എന്ന് പറഞ്ഞാൽ നെഞ്ഞത്ത് കൈകെട്ടലാണ്, നിങ്ങൾ മനസ്സിലാക്കണ്ട. നെഞ്ഞത്ത് കൈകെട്ടൽ അവരുടെ ഒരു വിഷയം മാത്രമാണ്, നമുക്കത് ഇതൊരു നിയമത്താണ്. കാരണം നെഞ്ഞത്ത് കൈകെട്ടേണ്ട അവൾ തുറന്നു കെച്ചൂലോ, അത് അള്ളാഹ് നമുക്ക് ഇതൊരു അനുഗ്രഹമാണ്. അതിപ്പോ അവർക്ക് മനസ്സിലായി, അവർ താത്തി കെട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ മേലോട്ട് കെട്ടില്ല, അവർക്ക് ഒരു ബോറാക്കി തോന്നാണ്. അല്ലെങ്കിൽ ഇവരെല്ലാം നമ്മൾ തുടരുന്നുണ്ടാവും, അള്ളയും ഞാനും ഒന്നാം സാധനത്തിന്. ഇവര് മജ്ദൂബീങ്ങളായ ഔലിയാക്കളാ? അങ്ങനെയാണ് ഇബ്നു അറബിയെ പോലെ അനൽ ഹഖ് പറഞ്ഞാൽ നോക്കാം. അപ്പൊ ഇത് മജ്ദൂബല്ല, ഇത് ദീൻ തകർത്തതാണ്. ഇനി സഹോദരന്മാരെ, ഞാൻ ചുരുക്കി പറയട്ടെ. പിന്നെന്താണ് ഒരു കാര്യമായ വിഷയം പറഞ്ഞത്? നമ്മളെ ഖബറിന്റെ അടുക്ക പോകുന്നതിന് ഞമ്മക്ക് എതിർപ്പൊന്നുമില്ല. ഞങ്ങളും പറയുന്നുണ്ട്. അല്ല മൗലവി, ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല. 981 ഒക്ടോബറിലെ നിങ്ങൾ അൽമനാർ വിശേഷിക്കാൻ കഴിയുമോ? പിന്നെ എങ്ങനെ യാത്ര ചെയ്യാണ്ട് ഖബർ സിയാറത്തിൽ എങ്ങനെ ഖബർ ഇങ്ങോട്ട് വന്നിട്ടോ? മൗലവിമാരിങ്ങനെ ഒത്തിരിയും ഖബർ ഇങ്ങോട്ട് ഇങ്ങനെ വരിക. എന്റെ സിയാറത്ത് നിങ്ങൾ അൽമനാറിലുള്ളത്, ഞങ്ങൾ ഖബർ സിയാറത്തിനെതിരല്ലാണ് ഇവിടുന്ന് പ്രസംഗിച്ചത്. നിങ്ങൾ അൽമനാറിലില്ല, നിങ്ങൾ നിഷേധിക്കുക. അടുത്ത പ്രസംഗത്തിന് ശരി, നമുക്ക് നോക്കാം. പിന്നെന്താണ്? പിന്നൊരു കാര്യം പറഞ്ഞ എന്താണ്? ഖബറിങ്കൽ വെച്ച് ചില ആളുകൾ ഭയങ്കരമായിട്ട് കതിര പൊട്ടിക്കുന്നു, മുട്ടുന്ന് പാടുന്നു. അതാണോ നിങ്ങൾ എതിർപ്പ്? നിങ്ങൾക്ക് അതിന് എതിർപ്പില്ല. തിരൂരിൽ ആ നിലക്ക് നടത്തുന്ന ഒരു നേർച്ചുണ്ടായി. ഞാൻ അവിടെ പോയി SSFന്റെ കെയർ ഓഫിൽ പരിപാടി വെച്ചിട്ട് ചക്രിയായി എതിർത്ത് പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ മുത്തവല്ലി ഉണ്ടായിരുന്നു സ്റ്റേജിൽ. അയാൾ അന്ന് തന്നെ തീരുമാനിച്ചു, ഇനി ഒന്നും വേണ്ട, സാധാരണ സിയാർത്ത് മതി, ഖുർആനോത്തും വയലൊക്കെ മതി തീരുമാനിച്ചു. അങ്ങനെ രണ്ടാമത് എന്നെ ക്ഷണിക്കാൻ വേണ്ടി വന്ന് വയലു അറിയാൻ അവിടെ തന്നെ. അപ്പൊ നോക്കുമ്പോൾ അവിടുത്തെ മുജാഹിദീങ്ങളൊക്കെ കൂടി രംഗത്തിറങ്ങി. അത് പണ്ടേ നടത്തുന്നതാണ്, അത് നിർത്തിയാൻ പറ്റൂല, നമുക്ക് കച്ചവടം കിട്ടേണ്ടതാണ്. കച്ചവടം കിട്ടേണ്ടതാണ്, അത് നിർത്തിയാൻ പറ്റൂല. എന്നിട്ട് രണ്ടാമത് അവരെ വകയിൽ തുടങ്ങാൻ പരിപാടി ഇട്ടിരിക്കുകയാണ്. ഞാനിത് വെറുതെ പറയല്ല, അതിനൊക്കെ പിന്നിൽ നിങ്ങളാണ്. നേരെ മറിച്ച് ഞങ്ങളല്ല. എന്നിട്ട് പച്ചക്കള്ളം AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം എഴുതിയൊരു ബുക്ക് ഉണ്ടെന്ന് പറ്റി ഇവിടെ കാണിച്ചു. ഏത് AP കുറിച്ച്? ഏത് കാന്തപുരം? വെറുതെ നിങ്ങൾ പറയുകയാണോ? വേറെ ഒരു AP അബൂബക്കർ മുസ്ലിയാർ ഉണ്ടാകും, അയാൾ എന്തോ എഴുതിയിട്ടുണ്ടാവും. അത് കാന്തപുരം സാഹിബ് ബാധക. അങ്ങനെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾ കൊടുവള്ളിയിൽ. നമ്മൾ ആധാർ തീർച്ചയായിട്ടും ഇ കെ അബൂബക്കർ മുസ്ലിയാർ. ഏത് ഇവിടെ ദാദാ ജമാഅത്ത് പള്ളിയില്ല, നമ്മൾ ദാറുൽ ഹുദയിൽ തീർച്ചയായിട്ടും ഇ കെ അബൂബക്കർ മുസ്ലിയാർ കൊടുവള്ളിക്കാരൻ ഇപ്പോൾ ഉണ്ടായാൾ. അത് പക്ഷേ മറ്റേ ഈക്കല്ലേ, ഓർവഫാത്തായിട്ട് കാലം കുറെ ആയി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ AP അബൂബക്കർ മുസ്ലിയാരുടെ പേര് കാന്തപുരമാണോ? അതൊന്നും നോക്കിയിട്ടില്ല. മൂപ്പരും ജോറായിട്ടും കള്ളത്തരം പറയാൻ തീരുമാനിച്ചു. പിന്നെ എന്താ പറഞ്ഞുകൂടാത്തത്? അങ്ങ് പറയന്നെ. പിന്നൊരു വിഷയം പറഞ്ഞെന്തറിയോ? ഒരു റൂഹും കൊണ്ട് അസ്രായിൽ പോകുന്നതിന് പോലും ഒരു മുഹീദ്ദീന്മാരുണ്ട് പോലും. അത് പേരോട് പറഞ്ഞ് പാറക്കടവെന്ന് പച്ചക്കള്ളം ഞങ്ങളെ മേൽ വെച്ചിട്ടാണ്. ഓ സലഫി, നിങ്ങളല്ലേ പ്രസംഗിച്ചത് ആ മുഹീദ്ദീന്മാരെ കാന്തപുരം അംഗീകരിക്കുന്നതാണ് എന്ന് പ്രസംഗിച്ചില്ലേ നിങ്ങൾ? പേരോട് അംഗീകരിക്കുന്നതാണ് പ്രസംഗിച്ചില്ലേ നിങ്ങൾ? ആ പ്രസംഗിച്ച നിങ്ങളെ കേസറ്റ് ഞാൻ കേട്ടിട്ടാ ഞമ്മളോട് തന്നെ. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോന്ന്? ഉസ്താദിനോട് അത് ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ അംഗീകരിക്കുന്ന മുഹീദ്ദീന്മാരെ ഖാദി മുഹമ്മദ് എന്ന് പേരുള്ള
കോഴിക്കോട്ടത്തൂറ തന്നിൽ പീറുന്നോവർ കൊർവായിതൊക്കെയും നോക്കിയെടുത്തോവർ. 500ഓളം കിതാബ് എഴുതിയ ആളാ മൊഹീദ്ദീൻമാല ഉണ്ടാക്കിയ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ എഴുതിയ മൊഹീദ്ദീൻമാല നമ്മൾ അംഗീകരിക്കുന്നു, നമ്മളെല്ലാം ചെല്ലാറുണ്ട്. നേരെ മറിച്ച് മറ്റേ മാലയോ, മറ്റേ മാല ഞങ്ങൾ പഴയകാല പണ്ഡിതന്മാര് തന്നെ അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് എഴുതി പ്രചരിപ്പിച്ച് പഠിപ്പിച്ചതാണ്. അത് ഞങ്ങൾ ഇന്നും അവിടെ തന്നെ നിൽക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വൈദുല്യം തർജമ എന്ന് പറഞ്ഞിട്ട്, വൈദുല്യം തർജമ അതിന്റെ 143-ാം പേജ് വലിയ ഒരു മഹാൻ, കേരളത്തിൽ കഴിഞ്ഞ ഒരു വലിയ മഹാൻ എഴുതിയതാണ്. ആ മഹാൻ ബഹുമാനപ്പെട്ടവരുടെ വൈദുല്യം തർജമ ആരാണത്? പാടൂർ സെയ്ദ് കോയക്കുട്ടിത്തങ്ങൾ. അതിൽ ഇസ്ലാമിക വിശ്വാസങ്ങൾ, കർമാനുഷ്ഠാനങ്ങൾ തുടങ്ങിയതൊക്കെ പറയുന്ന ഒരു തർജമയാണ്. പഴയ കാലത്തുള്ളതാണ് വൈദുല്യം തർജമ. അതില് ബഹുമാനപ്പെട്ടവര് ഓരോ സംഗതികളും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു കേട്ടോളെ. ഇപ്പോൾ തമിഴിൽ വേദപുരാണമെന്നും തിർനിർണിതം എന്നും മൊഹീദ്ദീൻമാല എന്നും മറ്റും ചില പാട്ടുകൾ അഹ്ലുസുന്നിയാക്കളെ അഖീദക്ക് മാറായിട്ട് പെരുത്ത് കാര്യങ്ങൾ അതിൽ പറയുന്നതായിട്ട് നടന്നു വരുന്നുണ്ട്. ആയതിനെ പാടുന്നതും ജായിസല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, പഴയ കാലത്ത് കഴിഞ്ഞുപോയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതനായ പാടൂര് സയ്യിദ് കോയക്കുട്ടി തങ്ങൾ വൈദുല്യം തർജമ എന്ന് പറയുന്ന തർജമയിൽ അന്നത്തെ ഭാഷയിൽ തന്നെ പറഞ്ഞതാണ്. ആ പുതിയ മൊഹീദ്ദീൻമാല എന്ന് പറയുന്ന മൊഹീദ്ദീൻമാല അത് ഞങ്ങൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ബാധകമല്ല, അത് പാടാൻ തന്നെ പാടില്ല എന്ന് ഞങ്ങൾ ആലിമീങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ്. ആ പുതിയ മൊഹീദ്ദീൻമാല എന്ന് പറയുന്ന മാല നിങ്ങൾ എവിടെയോ പോയി തെരഞ്ഞു കുടിച്ചു കൊണ്ടുവന്നിട്ട് അത് സ്റ്റേജിമ കേട്ടിട്ട് കാന്തപുരം അംഗീകരിക്കുന്ന മാല, പേരോട് അംഗീകരിക്കുന്ന മാല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയല്ലേ. ഇത് നിങ്ങൾ എന്തിനാണ് ചെയ്തത്? അതേ സമയത്ത് ചില വിഷയങ്ങൾ ബുദ്ധിപരമായി ഇൻകാനുണ്ടോ ഇല്ലേ എന്ന ചില ചർച്ചകളുണ്ട്. ആ ചർച്ചയെ സംബന്ധിച്ചുള്ള വലിയ ചർച്ച നടന്നപ്പോ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് അത് ബുദ്ധിപരമായി അത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ അല്ലേ എന്ന ചർച്ചയിൽ അവിശ്വസനീയമായൊന്നുമില്ല എന്നൊരു വാചകം ഏതോ ഒരു രംഗത്ത് പറഞ്ഞത് അത് വലിയ വിഷയമായി നിങ്ങൾ പൊക്കിപ്പിടിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സഹീഹുൽ ബുഖാരിയിലുണ്ടൊരു ഹദീസ്. ബഹുമാനപ്പെട്ട ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്ക ചെന്നപ്പോ കൊടുത്തൊരൊറ്റ അടി കിട്ടിയപ്പോ ഇസ്രായീൽ അലൈഹി ഇസ്ലാം മടങ്ങിപ്പോയി. ബുഖാരിയിലില്ലേ, നിങ്ങൾ ബുഖാരി അംഗീകരിക്കുന്നുണ്ടോ? ഇവിടെ നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ അതിന് തകരാറൊന്നുമില്ല. ആ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ച സഹീഹായ ഹദീസാണ്. ഇതുപോലെ ബുദ്ധിപരമായി പറഞ്ഞാൽ അതിനൊന്നും അവിശ്വസനീയമായി ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. അല്ലാതെ ആ വിവരം സഹീഹായ റിപ്പോർട്ട് കൊണ്ട് വന്നുവെന്നോ അത് പാടിപ്പറയണമെന്നോ അത് അംഗീകരിക്കണമെന്നോ അല്ല പറഞ്ഞത്. ഇതൊന്നും മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. നിങ്ങൾ ഇൽമ് പഠിക്കാൻ പോയിട്ട് ഇൽമിന്റെ വഴിക്ക് പോലും പോകാത്ത നിങ്ങൾ ഇത്തരം കാര്യം കൈകാര്യം ചെയ്താലുണ്ടോ എവിടെയെങ്കിലും എത്തുന്നു? അതുകൊണ്ട് നിങ്ങൾ മതം പറയാൻ നടക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്താ വിഷയം? പിന്നെ പേരോട് പറഞ്ഞ് തമിഴെന്നല്ല മൊയ്ലാരെ, പൊന്നാനിയാണ് വീണ. ഞാൻ വായിച്ചില്ലേ, തമിഴന്മാര് പൊന്നാനി വന്നു കൂടിയാൽ അത് തമിഴാവൂല. ഒരു തമിഴൻ ഉണ്ടാക്കിയ ഒരാശയം പൊന്നാനിക്കാർ പാടി നിൽക്കുക എന്നാ തമിഴാശയാവൂല. അല്ലെ ഞാനെ പറഞ്ഞ ഇത് അർത്ഥം മൗലവിക്ക് മനസ്സിലാവും. തമിഴനല്ല പൊന്നാനിയാണ്. തമിഴായതുകൊണ്ടാ തെറ്റായി പോയത്. ഉപരി വിചാരിച്ച് എന്താണെന്നറിയോ, ഈ എങ്കടെ ഊരൻ കാന്നറിയുന്നതുകൊണ്ടാ തെറ്റായെന്ന. അങ്ങനെയല്ല മൗലവി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഏതോ ഒരു തമിഴെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. അത് ചിലപ്പോൾ ഞങ്ങൾ ഏതോ ഒരു അണ്ണാച്ചി എന്ന് പറയും, ചിലപ്പോൾ ഏതോ ഒരു തമിഴെന്ന് പറയും, ചിലപ്പോൾ ഏതോ ഒരു ജാഹിലി എന്ന് പറയും. ആ ശൈലിയിലൊരു സംസാരം ഞാൻ പറയും. ഒരു തമിഴനുണ്ടാക്കി, ഏതോ തമിഴനുണ്ടാക്കി ഞങ്ങൾക്ക് വാദം. എന്നാൽ ഞങ്ങൾ യാതൊരു ബന്ധവുമില്ല. ഞങ്ങളായാലും നിങ്ങൾ അന്ന് തന്നെ പാടാൻ ജാഹിദല്ല എന്ന് എഴുതിയിട്ടതാ. പിന്നെ എന്തിന് ഞങ്ങൾ അലയിൽ കൊണ്ടുവന്ന് കെട്ടണം? അത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എഴുതിയിട്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ആലിമീങ്ങളാ, അവർ വിവരമുള്ളവരാണ്. അവർ പറയേണ്ട അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവരുടെ ദർജന അയച്ചു കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇതാ കാര്യമായിട്ടൊരു വിഷയം പറഞ്ഞത്. എന്തോ റൂഹ് തട്ടിക്കൊണ്ടുപോയി. മുപ്പരാവ് നോക്കി ഇങ്ങനെ അടക്കല്ലേ. പിന്നെന്താണ്? പിന്നെ ഒരു വിവരം പറഞ്ഞത് ആരായി പറയുന്നത്? അല്ലേ ഞാൻ ഒന്നാം എഴുതിച്ച മൗലവിമാരായി പറയുന്നത്. പിന്നെ പറഞ്ഞൊരു വിഷയം എന്താ അറിയോ?
ഒരു കാര്യമായൊരു വിഷയമാണ് നമ്മളെ ജാമിഉ കറാമാത്തിൽ ഔലിയാ. ജാമിഉ കറാമാത്തിൽ ഔലിയാ, ജാമിഉ കറാമാത്തിൽ ഔലിയാ വായിക്കാൻ പേരോട് തയ്യാറുണ്ടോ? ജാമിഉ കറാമാത്തിൽ ഔലിയാ ഞങ്ങൾ കണ്ടതാ, ഞങ്ങളുടെ കയ്യിലുള്ളതാണ്. ഞാൻ നിങ്ങളേത് കിതാബ് വായിച്ചാൽ തെറ്റില്ല. അൽഹംദുലില്ലാഹ് മുഴുവൻ ഞാൻ സിറാജുൽ ഹുദയിൽ കൊണ്ടു സൂക്ഷിച്ചിട്ടുണ്ട്. ഏത് കിതാബ് വായിച്ചാൽ നിങ്ങളെടുത്തില്ലാത്തതും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ജാമിഉ കറാമാത്തിൽ ഔലിയാ അതിലെന്താ ഉള്ളത്? കട്ടതല്ലേ നിങ്ങളെ മൗലവിമാര്? ഇവിടെയുള്ള മുജാഹിദീങ്ങളെ കൊണ്ട് പൊട്ടിച്ചിരിപ്പിക്കാൻ, അതുപോലെ വിവരമില്ലാത്ത മുജാഹിദിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പോയി നിന്ന് അരമുസ്ലിയാന്മാർക്ക് പൊട്ടിച്ചിരിക്കാൻ മൗലവി പച്ചക്കള്ളം. ജാമിഉ കറാമാത്തിൽ ഔലിയാന്റെ കിതാബിന്റെ ഇബാറത്ത് മൂടി വെച്ചിട്ടല്ലേ വായിച്ചത്? മൗലവിക്ക് ധൈര്യം ഉണ്ടോ എന്റെ മുന്നിൽ വന്നിട്ട് ഇത് അർത്ഥം പറയാൻ? വായിക്കാൻ വായിച്ചു, നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ല. നിങ്ങളെ പറഞ്ഞ സംഭവം, ആ സംഭവം കച്ചവടത്തിലും മറ്റൊക്കെ നല്ല നിലക്ക് കച്ചവടം ചെയ്യുന്ന ഒരു ഇബ്രാഹിം ഹാജി. ഈ ഇബ്രാഹിം ഹാജി എന്ന് പറയുന്ന ആള് ഈ കിതാബിന്റെ ഈ വിഷയം പറയുന്ന ആളോട് പറഞ്ഞു കൊടുത്തു. നിങ്ങളെ പറഞ്ഞ വിവരം നിങ്ങൾക്കേ പറയാൻ പറ്റുള്ളൂ, ഞാനത് പറയുന്നില്ല. അങ്ങനെ അയാൾ പറഞ്ഞപ്പോ ഈ പറയപ്പെട്ടത് ഏതൊരു ശൈഖിനെ സംബന്ധിച്ചാണോ ആ ശൈഖ് അവിടെ തന്നെ ഉണ്ട്. ഇബ്രാഹിം ആ സംഭവം പറയപ്പെട്ട ശൈഖിന്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് പറഞ്ഞത്. ഫഖാല ലിശ്ശൈഖു, അപ്പൊ ശൈഖ് എന്നോട് പറഞ്ഞു, ലാ തുസദ്ദിഖുഹു, ബാത്റൂമിൽ വെച്ച് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ആ ഇബ്രാഹിം ഹാജി പറഞ്ഞത് നീ നേരാണെന്ന് വിശ്വസിക്കല്ലേ, നേരാണെന്ന് വിശ്വസിക്കല്ലേ എന്ന് പറഞ്ഞു എന്നുള്ളത്. അത് മൗലവി എന്ത് ചെയ്തു? വായിച്ചില്ല. ഞാൻ അറബിയൊന്നും വായിക്കത്തില്ല. എന്തൊരു തട്ടിപ്പ്. എന്നിട്ട് നിങ്ങൾ ഔലിയാക്കളെന്ന് പറഞ്ഞാലേ എന്താണെന്നറിയോ? ഔലിയാക്കളെന്ന് പറഞ്ഞാല് ഇങ്ങനെ ഞാൻ പറയില്ല, അലിഫ് നീണ്ടിട്ട് അതുകൊണ്ട് അടിക്കുന്നവരാണ് അവർ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലാ തുസദ്ദിഖുഹു, നീ അത് നേരാക്കല്ല, സത്യമാണെന്ന് വിശ്വസിക്കല്ല എന്ന് അതേ ശൈഖ് തന്നെ പറഞ്ഞത് അവിടെ ഇല്ലേ? അത് കാക്കിട്ടല്ലേ ഈ മൗലവിയുടെ വായിച്ചത്? അങ്ങാടിയിൽ പിരിവ് നടത്തിയിട്ട് പോലും മുജാഹിദ് സമ്മേളനത്തിന് കൊടുത്തവരൊക്കെ ആഹർത്തുനിന്ന് മറുപടി പറയണ്ടേ? പാച്ചക്കള്ള മൗലിയാക്കളെ പേരിൽ വെച്ച് കെട്ടാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് നീ സത്യമാണെന്ന് വിശ്വസിക്കല്ല എന്നവിടെ തന്നെ ഇല്ലേ? പിന്നെ എന്താ മുസ്ലിയാരാണ് നടന്നത്? അത്ര വേഗം പഠിപ്പിക്കുന്നില്ല. അത് ഇൻഷാ അല്ലാഹ് പിന്നെ പഠിപ്പിച്ചു. അതൊക്കെ നിങ്ങളെ ഇബ്നു തൈമിയ്യന്റെ ഗ്രന്ഥം വായിച്ച് പഠിപ്പിക്കും ഞാൻ നിങ്ങളെ. വേറെ എവിടെയും പോണ്ട. ഇബ്നു തൈമിയ്യന്റെ ഗ്രന്ഥങ്ങളിൽ അതിന്റെ വിശദീകരണമൊക്കെ അത് നോക്കി വായിച്ച് പഠിപ്പിക്കും ഞാൻ. സഹോദരന്മാരെ, ഞാൻ ഇനിയും പറയട്ടെ. പിന്നെന്താണ്? ഉരിയാൻ തങ്ങൾ തന്നെ തങ്ങളുടെ അതിനോട് ഏത് കുപ്പായ ഇടാത്ത ഓടുന്ന പറയുന്ന മാതിരി ഉരിയാൻ തങ്ങൾ തന്നെ തങ്ങളുടെ അതിന് പോലും മജിദൂബല്ലേ അദ്ദേഹം. അത് ഇമാം ഷെഹറാനി പറഞ്ഞിട്ടില്ലേ? ഞാൻ മജിദൂബുകളെ സംബന്ധിച്ച് പറഞ്ഞില്ലേ? നേരത്തെ തന്നെ മജിദൂബുകൾക്ക് സ്വന്തം ബോധമില്ലാത്തവരല്ലേ? ബോധമില്ലാത്ത ആളുകളുടെ വിഷയം എന്തിനു പറയണം? എന്നാൽ ഒരിയാൻ എന്ന വാക്കിന് ഔറത്ത് തീരെ മറക്കാത്തവരെന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് അർത്ഥം കിട്ടി മൗലവിമാരെ. അതും തെറ്റല്ലേ? ഔറത്ത് മറക്കേണ്ടതുപോലെ മറക്കാതിരുന്നാലും ആരി എന്ന് അറബി ഭാഷയിൽ പറയില്ലേ? യാതൊരു ന്യൂനതയും ഇല്ലാതെ ജീവിക്കുന്നവർക്കും ഒരിയാൻ എന്ന് പറയില്ലേ? ഔറത്ത് മറക്കാത്തവരെന്ന് നിങ്ങളെ വകയിൽ നിങ്ങൾ അർത്ഥം വെച്ചതല്ലേ? നിങ്ങൾക്ക് വാസ്തവത്തിൽ കല്ലിപ്പോന്ന പേരെന്തുകൊണ്ട് മണ്ണ് പോയിക്കൂടാ? നല്ല ചിന്ത എന്തുകൊണ്ട് നിങ്ങൾക്ക് ഔലിയാക്കളെ സംബന്ധിച്ച് ചിന്തിച്ചുകൂടാ എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ആ വിഷയത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാർ മനസ്സിലാക്കണം. വേറെ എന്താണ് ഇവിടെ വിഷയം പറഞ്ഞത്? ഇവിടെ പറഞ്ഞ കാര്യമായ വിഷയങ്ങളാണ് ഞാൻ ഈ എടുത്തു പറഞ്ഞ ഓരോന്നും. സുബ്ഹാനല്ലാഹ്. പിന്നെ റിജാലുൽ ഗൈബ് എന്നൊരു സംഗതി ഉണ്ട്. ആ റിജാലുൽ ഗൈബ് ഏത് ഭാഗത്താണ് ഉണ്ടാവുക എന്ന് ഇവർക്ക് നേരത്തെ തന്നെ മനസ്സിലാവും. ഞങ്ങൾക്ക് മനസ്സിലാക്കട്ടെ. നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് എന്താണത്? റിജാലുൽ ഗൈബ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടെന്നും അതെന്താണെന്നും നിങ്ങളെ ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പറഞ്ഞത് എന്താണെന്ന് ഇബ്നു തൈമിയ്യന്റെ കിതാബ് നോക്കിയിട്ട് അടുത്ത വായിക്കാൻ അറിയില്ലേ? പഠിക്കാൻ വാ. ഞാൻ ഇബ്നു തൈമിയ്യയുടെ കിതാബ് ഇനി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോ റിജാലുൽ ഗൈബ് ഒന്നും പഠിപ്പിച്ചു തരാൻ ആയിട്ടില്ല. നിങ്ങൾ റിജാലുൽ ഗൈബ് ഒക്കെ പഠിക്കണേ കുറച്ച് വലുപ്പം വേണം. നിങ്ങൾ 4 വയസ്സാകുമ്പോൾ തന്നെ പെണ്ണിട്ടോന്ന് ചോദിച്ചാൽ നടക്കുവോ? അത് നടക്കൂല. നേഴ്സറി പഠിക്കുമ്പോൾ പെണ്ണെട്ടിച്ച് തരൂല. റിജാലുൽ ഗൈബ് ആരാ? സൂഫിയാക്കൾ ആരാ? ഔലിയാക്കൾ എന്താ? കറാമത്ത് എന്താ? മജ്ദൂബുകൾ എന്താ? മശായിഖന്മാരെന്താ? അതൊക്കെ വിശദമായി പഠിക്കേണ്ട രംഗമാ. 4 വയസ്സ് പെണ്ണെട്ടിച്ചിരാൻ കഴിയൂല. ഓ, എല്ലാരും പറയുന്നു ജിമായിന് ഭയങ്കര രസമുണ്ടെന്ന്. എനിക്കൊന്നും മനസ്സിലാവില്ല. അതാണ് 5 വയസ്സുള്ള ഒരു കുട്ടി. 5 വയസ്സിൽ മനസ്സിലാവൂല. അത് മനസ്സിലാകാൻ
ആ വിഷയവുമായി പഠിച്ച് ബന്ധപ്പെടണം. അപ്പൊ നിങ്ങൾക്ക് ഔലിയാക്കളുടെ വകുപ്പ് എന്നറിയില്ല, അതിന് നിങ്ങൾക്കൊട്ട് അതിനുള്ള മനസ്സുമില്ല, നിങ്ങൾക്കൊട്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതിനാദ്യം ഈമാന് വേണം. ഈമാനുള്ളവർക്ക് ഇത് മനസ്സിലാവും. വെറുതെ എന്തിന് നമ്മളെ നേരം പോക്കണം? അതുകൊണ്ട് റിജാലുൽ ഗൈബിനെ സംബന്ധിച്ച് ഇബ്നു തൈമിയ്യയുടെ ഏതെങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ ആദ്യം പോയിട്ട് അതൊന്ന് പരിശോധിക്കും. എന്റെ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ, ഉണ്ട് എന്ന് ഞാൻ കാണിച്ചെന്നാ മുജാഹിദിന് രാജിവെക്കൂന്ന് പറ, ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് വിഷയം ചർച്ച ചെയ്യാം. അല്ലാതെ വെറുതെ ഇവരെ ഇങ്ങനെ പഠിപ്പിക്കണം നമ്മൾ ആണോ? എല്ലാം പഠിപ്പിക്കണോ? അങ്ങനെ പഠിപ്പിക്കണ്ട, അങ്ങനെ പഠിപ്പിക്കണ്ട. നിങ്ങൾ പോയിട്ട് നോക്കും ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥത്തിൽ എന്ത് പറഞ്ഞു എന്നോ, എന്നിട്ട് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥത്തിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഇബ്നു തൈമിയ്യ പറഞ്ഞാൽ ഖുർആനാണ് നിങ്ങളുടെ വാസികയിലുണ്ടല്ലോ. ഞാൻ വെറുതെ പറയില്ല. നിങ്ങൾ ഏതൊന്നും മാല വാടിയിട്ടൊക്കെ രക്ഷപ്പെടാൻ ചെയ്യുക. മാല നിങ്ങൾക്ക് വെക്കണോ? ഇത് മാലയാ. ഇതേത് മാല? വൈക്കം മുഹമ്മദ് ബഷീർ മാലപ്പാട്ട്. വൈക്കം മുഹമ്മദ് ബഷീർ മാലപ്പാട്ട്. നിങ്ങൾ നമ്മൾ വെറും കിതാബ് മാത്രം നോക്കലിതാ. നിങ്ങളെ പോലെ തന്നെ ഇത്തരത്തിൽ എല്ലാം നോക്കണ്ടേ? അപ്പോ ഇത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാലപ്പാട്ടാ. ഈ മാലപ്പാട്ട് നിങ്ങൾക്ക് ഇയാൾ വലിയ സൂഫിയാന്ന് കേട്ടോളി. കാശിയും കാശ്മീരും അജിമീറും നാഗൂരും കണ്ട് നടന്നപ്പോൾ സൂഫിയായി തീർന്നോവർ. ആര്? വൈക്കം മുഹമ്മദ് ബഷീർ സൂഫിയാണ് പോലും. എങ്ങനെ? കാശിയും കാശ്മീറും അജിമീറും നാഗൂരും കണ്ട് നടന്നപ്പോൾ സൂഫിയായി തീർന്നോവർ. പരമാണു തന്നിലെ പെരുമോളു മറിഞ്ഞോവർ. പൊരുളിൽ ഈരാഹിന്റെ ഏകത്വം കണ്ടോവർ. അംബ്രസ്മസ്വാമി ആനൽ ഹവ്വെന്നോദീന് അണ്ടകടാങ്ങൾ ഉള്ളിയോ ദുഃഖിയോർ. ഗാന്ധി മഹാത്മാവൻ വൈക്കത്ത് വന്നപ്പോ തിക്കിത്തിരക്കി കൈതൊട്ടു അണങ്ങിയോവർ. വലിയ കാലത്ത് വാർത്തകൾ വായിച്ച് കൽബ് തീളച്ചപ്പോൾ പഠനം മുടങ്ങിയോവർ. കലഹിച്ചു വീട്ടിൽ നിന്നിറങ്ങിത്തിരിച്ചാനെ കാതങ്ങൾ താണ്ടി നടന്നു തളർന്നാനെ. കോഴിക്കോട്ടത്തൂറ തന്നിലാണഞ്ഞോവർ. കടപ്പുറത്തെത്തി സമരത്തിൽ ചേർന്നോവർ. അടിയും ഈടിയും പേരുത്ത് സഹിച്ചോവർ. അടിപതറാതെ ജയിലിൽ കിടന്നോവർ. ഇത് നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാലയാ. ഇങ്ങനത്തെ എത്ര മാലയുണ്ട്? സൂഫിയും പറയുന്നുണ്ട്, അല്ലാത്തതും പറയുന്നുണ്ട്. എന്ത് സൂഫി? ഒരു സൂഫിയല്ല, അങ്ങനത്തെ കുറെ വേറുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞത് നിങ്ങൾ മാലാത് കേൾക്കുമ്പോഴേക്ക് നമ്മൾ വേദാറായി പോകുന്നു എന്ന് വിചാരിക്കണ്ട. നമ്മൾ മാലയും പുലുമാലും ഒക്കെ കണ്ടവരാ. പുലുമാലയും കണ്ടിക്ക് മാലയും കണ്ടിരിക്കുന്നത് എല്ലാം കണ്ടിട്ടാണ് നമ്മൾ ഈ വിഷയത്തിന് ഇറങ്ങിയത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇയാൾ വലിയ സൂഫിയാന്ന് പറഞ്ഞു. നേരത്തെ തന്നെ പറഞ്ഞു, പ്രേമക്കാതകളും പൂച്ചക്കാതകളും പാമ്പിൻ കാതകളും ഏറെ പറഞ്ഞോവർ സൂഫിയ. പിന്നെയോ ആകാശത്തോളം വിശാലമാം കൽവിന്റെ ആദരവേറുന്ന കിസ്സ മൊഴിഞ്ഞോവർ. പെണ്ണായ പെണ്ണുങ്ങൾക്കെല്ലാം പാടച്ചവൻ 101 നാക്ക് കൊടുത്തെന്ന് ചൊന്നോവർ. ഇങ്ങനെ ഇത് ബഷീറിന്റെ മാലപ്പാട്ടാണ്. ഇങ്ങനത്തെ എത്ര മാലപ്പാട്ടുണ്ട് ദുനിയാവില്. ഇതിനൊക്കെ ഞങ്ങൾ മറുപടി പറയാൻ നടക്കണോ? ഇത് തമിഴനൊന്നുമല്ല, ഇത് മുജാഹിദ് എഴുതിയതാ. ഇതിലെ ജാറത്തിനെല്ലാം കുറ്റവും പറയുന്നുണ്ട്. ഇത് മുജാഹിദ് എഴുതിയതാ ഈ മാല. സൂഫിയാന്നാ പറയുന്നത്. അങ്ങനെ എത്രയുണ്ട് ഇവിടെ മുജാഹിദുകൾ ഉണ്ടാക്കിയ മാല. അതൊക്കെ ഞങ്ങളുടെ നിലയിലാണ് വെച്ച് കെട്ടുന്നത്. ഞങ്ങൾ പാടുന്ന മാല മുഹീദ്ദീൻ മാല. അതിന് വല്ലതും പറയാനുണ്ടോ നിങ്ങൾക്ക്? കേൾക്കണമെങ്കിൽ ബഷീർ ഔലിയാക്കി ജാറം പണിയുവാൻ ഹിന്ദുവും മുസ്ലിമും തർക്കിച്ചെന്നോദിയോർ. ഇതെന്താ സംഗതി? മുജാഹിദ് പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് പല സംഭവങ്ങളുണ്ട് നമ്മൾ സ്ലിപ്പാക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ ഞങ്ങളെ മാലയാന്ന് പറഞ്ഞ് കുറച്ചൊന്നും കഴിഞ്ഞാൽ മൗലവിമാർ പാടും. അപ്പോഴും ഞങ്ങൾ വേറായി പോവില്ല. നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും പറയലല്ല. നിങ്ങൾ വേണ്ടതറിയോ? ഞാൻ കാണത്തുണ്ടെങ്കിൽ നിങ്ങൾ ആദർശം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടുത്തുക. നിങ്ങൾ ആശയം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടുത്തുക. അതാ ഞാൻ ചോദിച്ചത്. ജുമുഅക്ക് 2 ബാങ്ക് വിളിക്കുന്നില്ല, മക്കയിൽ 2 ഉണ്ട്, മദീനയിൽ 2 ഉണ്ട്. നിങ്ങൾക്ക് തെളിവ് പറയാനുണ്ടോ? തെളിവ് പറയാനുണ്ടോ? വെറുതെ ദുർവ്യാഖ്യാനിക്കണ്ട. ദുർവ്യാഖ്യാനിച്ചാലൊക്കെ നമ്മൾ മറുപടി പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ആശയം നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കാത്തത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് പരിപാടി ഒപ്പിക്കാമെന്നാണ് നിങ്ങളുടെ ധാരണ. ഇനി ഞാൻ നീട്ടുന്നില്ല. പച്ചക്കള്ളം മാത്രം പറഞ്ഞു പഠിച്ച ഈ മൗലവിമാർ പച്ചക്കള്ളം പറയുന്നത് പ്രാക്ടീസ് ആക്കാൻ വേണ്ടി നുണ പറയൽ മത്സരം നടത്തി. ആ നുണ പറയൽ മത്സരത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത ആൾ ഇപ്പോഴും നിങ്ങളുടെ നേതാവല്ലേ? അയാൾക്ക് 6 റെക്സോൺ ആ സോപ്പ് സമ്മാനം കിട്ടി. എന്നിട്ട് ആ സമ്മാനത്തിന്റെ സോപ്പും പറ്റിയെടുത്തിട്ട് ഇങ്ങനെ ഉളുപ്പില്ലാണ്ട് കാണിച്ചു കൊടുക്കുന്ന മൗലവി. അതാണ് ഇനി നമുക്ക് CD കാണാനുള്ളത്. അതിനാണ് ഈ സ്ക്രീൻ കൊണ്ടുവന്ന് വെച്ചത്. നുണ പറയൽ മത്സരത്തിൽ പങ്കെടുത്തിട്ട് മൗലവിക്ക് കിട്ടിയ സോപ്പും പറ്റി കാണിക്കാനാ.
സ്ക്രീനൊക്കെ നമ്മളും കണ്ടതാ, ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അപ്പുറം ഇപ്പുറൊന്നും പോണ്ട. നിങ്ങൾക്ക് ഒന്നുമുറിയുന്ന സംഗതി നിങ്ങൾ നമ്മളിൽ നിന്ന് തെറ്റി എവിടെയാ? നിങ്ങൾ ഷാഫി ഇമാമിനെ കുറ്റം പറഞ്ഞു. ഷാഫി ഇമാമിന് ഖുർആൻ മനസ്സിലാവില്ലാന്ന്, അതുപോലെ ഇമാം അശ്അരിക്ക് അഖീദ മനസ്സിലാവില്ലാന്ന്, അതല്ലേ 4 മദ്ഹബും തള്ളണമെന്ന് പറഞ്ഞു, എല്ലാ ഇമാമിങ്ങളെയും തള്ളണമെന്ന് പറഞ്ഞു. പിന്നെയോ ഫിഗൻ ഉസ്താദ് വേച്ചുപോയി, ഈക്ക ഉസ്താദ് വേച്ചുപോയി, കന്യത്ത് ഉസ്താദ് വേച്ചുപോയി, കുതുബിത്തങ്ങൾ വേച്ചുപോയി, നമ്മളെ രാജ്യത്ത് എല്ലാവരും നിങ്ങൾ നരകത്തി. പിന്നെയോ അതിന്റെ മുൻഗാമികൾ ഷാഫി ഇമാം അടക്കം പേച്ച്, ഗസാലി ഇമാമോ പേച്ച്, എല്ലാവരും പേച്ച്. ആകെ നിങ്ങൾ മാത്രം സ്വർഗത്തിൽ. അവിടെ അല്ലേ നിങ്ങൾ നമ്മൾ തെറ്റുന്നത്? ഇതല്ലേ നമ്മളെ തെറ്റി? ഇവിടെ ഞാൻ നിങ്ങളോട് നിങ്ങളെ മദ്രസയിൽ പഠിക്കുന്ന ബുക്കായി ഈ ബുക്കൊന്ന് വായിച്ചിട്ട് ഒരൊറ്റ പാഠം, ഇമാമിങ്ങളെ തള്ളിയിട്ട് ഒരൊറ്റ പാഠം, ഒരു ഒതുമുറിയുന്ന കാര്യം, അത് നിങ്ങൾക്ക് ഞങ്ങളെ മുമ്പ് സ്ഥിരപ്പെടുത്തി തരാൻ കഴിയുമോ? ഇമാമിങ്ങളെ തള്ളിയല്ലോ നിങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, നവാഖിലുൽ വുദു ഒറ്റ നിരും കൂടി വായിച്ചിട്ട് ഞങ്ങൾക്ക് CD കാണിച്ചു തരാം. നവാഖിലുൽ വുദു കേട്ടോ അല്ലേ? പാഠം 3, വുദു ദുർബലപ്പെടുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുണ്ട്. അവയുടെ തെളിവുകൾ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാം. നിങ്ങൾ തെളിവ് പഠിക്കണം. അവിടെ തെളിവ് രസമുണ്ട്. വുദുവോടുകൂടിയുള്ള നമസ്കാരം മാത്രമേ അല്ലാഹുവിൽ സ്വീകാര്യമാവുകയുള്ളൂ. ഒരു ഹദീസ് കാണുക, ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്തഹദിക്കും ഇദാ ഹദസ. അത് കഴിഞ്ഞ് അതിനുശേഷം മലമൂത്ര വിസർജനം കൊണ്ട് വുദു ദുർബലപ്പെടുന്നതാണ്. അതിന്റെ തെളിവ് ഖുർആൻ പറയുന്നതാണ്. തെളിവ് കേട്ടോളെ, ഔജാഹദും മിൻകും മിനൽ ഗായിബ്, അൽ-മാഇദ 6. അഥവാ നിങ്ങൾ ആരെങ്കിലും മലമൂത്ര വിസർജനം കഴിഞ്ഞു വന്നാൽ അംഗശുദ്ധി വരുത്തേണ്ടതാണ്. മലമൂത്ര വിസർജനം കഴിഞ്ഞു വന്നാൽ അംഗശുദ്ധി വരുത്തേണ്ടതാണ്. ഞാൻ മൗലവിമാരോട് ചോദിക്കുക, അതിന്റെ തൊട്ട ഭാഗം ഒന്ന് ഓതുവോ നിങ്ങൾ? അതിന്റെ ബാക്കി ഒന്ന് ഓതുവോ? അതിന്റെ ബാക്കി ഔലാ മസ്തുമുൻ നിസാ, അതിന്റെ അർത്ഥം പെണ്ണുങ്ങളെ തൊട്ടാലും നിങ്ങൾ ഒതുവെടുക്കേണ്ടതാണ്, സ്ത്രീകളെ സ്പർശിച്ചാലും ഒതുവെടുക്കേണ്ടതാണ്. അത് നിങ്ങൾ കുട്ടികൾക്ക് മൂടി വെച്ചില്ലേ? ഈ ആയത്ത് നിങ്ങൾക്ക് തെളിവാണെങ്കിൽ അപ്പുറത്തും തെളിവാകണ്ടേ? അത് നിങ്ങൾ മൂടി വെച്ചില്ലേ? പെണ്ണുങ്ങളെ തൊട്ടാ ഒതുമുറി എന്നുള്ള മൂടി വെച്ചില്ല. കാരണം പെണ്ണുങ്ങളായിട്ട് കലർന്നിട്ട് പള്ളിയിൽ നടക്കണല്ലോ, അതുകൊണ്ട് ആ ആയത്ത് അവിടെ മൂടി വെച്ചില്ലേ? നിങ്ങൾ ഒതുമുറിയുന്ന കാര്യത്തിൽ പെണ്ണുങ്ങൾ തൊട്ടാ ഒതുമുറി എന്നുള്ള ക്യാൻസൽ ആക്കിയില്ലേ? ഇനി വേറൊന്ന്, ഈ അർത്ഥം ഉണ്ടെങ്കിലാണ്. ഇനി വേറൊന്ന്, അതേ പ്രകാരം വധി മൂലവും വധു ദുർബലപ്പെടും. അത് മുമ്പ് ഞാൻ തന്നെ പഠിപ്പിച്ചു കൊടുത്തായിരിക്കട്ടെ. അതിന്റെ ശേഷം പിന്നെ പറയാണ്, കീവായു മൂലവും വധു ദുർബലപ്പെടുന്നതാ. കേട്ടോളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തെളിവാരസം. കീവായു കൊണ്ട് ഒതുമുറിയൊരു തെളിവ്, മുറിയോ എന്നുള്ള അല്ല എന്റെ വിഷയം. ഇവരെ തെളിവ് പറയല രസം. കേട്ടോളെ, ഇദാ വജദ അഹദുക്കും ഫീ ബത്നിഹി ശൈഅൻ ഫഅസ്കല അലൈഹി അഖറജ മിൻഹു ശൈഅൻ നംല ഫലാ യഖ്റുജന്ന മിനൽ മസിയത മസൂതൻ വയജദരിഹൻ. ഈ ഒതുവിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? കേട്ടോളെ, അർത്ഥം കേട്ടോളെ, നമുക്ക് നോക്കാലോ. ഒരാൾക്ക് തന്റെ വയറ്റിൽ എന്തെങ്കിലും അസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും വല്ലതും പുറത്തു പോയോ എന്ന് സംശയിക്കുകയും ചെയ്താൽ ശബ്ദം കേൾക്കുകയോ നാറ്റം അനുഭവപ്പെടുകയോ ചെയ്യുന്നതുവരെ ബ്രാക്കറ്റിൽ അംഗശുദ്ധി വരുത്താൻ വേണ്ടി പള്ളിക്ക് വെളിയിൽ പോവേണ്ടതില്ല. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണേ, അംഗശുദ്ധി വരുത്താൻ വേണ്ടിയുള്ള ഹദീസിലുണ്ടോ? ഇല്ല. അത് നിങ്ങളെ വകയെ കൂട്ടിയതല്ലേ? അതെ. ഞങ്ങളെ ഇമാമിങ്ങൾ അങ്ങനെ ഒരു വിശദീകരണം കൊടുത്താൽ നിങ്ങൾ ഒരു ഹദീസിലില്ല. നിങ്ങൾക്ക് ഈ വിശദീകരണം കൊടുക്കാൻ ആരാധികാരം തന്നത്? അംഗശുദ്ധി വരുത്താൻ വേണ്ടി അത് നിങ്ങളെ വകയെ കൊടുത്തല്ലേ? ഹദീസിൽ അങ്ങനെ ഇല്ലല്ലോ. പിന്നെ അതിൽ തന്നെ പറഞ്ഞ വാചകം എന്താ കേട്ടോ നിങ്ങൾ? എന്താ പറഞ്ഞത്? ശബ്ദം കേൾക്കുകയോ നാറ്റം അനുഭവപ്പെടുകയോ ചെയ്താൽ ഒതു എടുക്കണം. ഇല്ലെങ്കിലോ ഇവരെ ഒന്നു മുറിയണമെങ്കിൽ എന്ത് വേണോ? ഒന്നുകിൽ ഒരു പീരങ്കി പൊട്ടണം, അല്ലെങ്കിൽ അതങ്ങോട്ട് എടുത്ത് വെച്ചാൽ നാറ്റം അനുഭവപ്പെടണം. അനുഭവപ്പെടണം, അറിയാ പോരാ. അവനവന്റെ മൂക്കിന് ജലോസന്റെ പോണ്ട, അനുഭവപ്പെടണോ? മനസ്സിലായില്ലേ? ഇതാണോ നിങ്ങൾ ഒതുറിയൽ? ഇനി കേട്ടോളെ, ഇനി വേറൊന്ന്. കൂടാതെ സ്വബോധമില്ലാത്ത ഉറക്കവും ഒതു നഷ്ടപ്പെടുത്തും. അതിന്റെ തെളിവാ നല്ല രസമുണ്ട്. ഇതിന്റെ തെളിവ് കേട്ടോളെ. عن صفوان قال كان رسول الله صلى الله عليه وسلم يأمرنا إذا كنا سفرا ألا ننزي خفافنا 3 أيام ولياليهن إلا من جنابة لكن من غائط وبول ونوم. അതിന്റെ അർത്ഥം കേട്ടോളി. നമുക്ക് നോക്കാലേ ഒതുവിനെ പറ്റി എന്താ പറയുന്നുണ്ടോ കേട്ടോളെ. ഞങ്ങൾ യാത്രക്കാരായിരുന്നാൽ 3 രാവും പകലും ഞങ്ങളുടെ പാദരക്ഷ അഴിക്കേണ്ടതില്ലെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് നിർദ്ദേശിക്കാറുണ്ടായിരുന്നു. ജനാബത്തുണ്ടായാൽ അല്ലാതെ അപ്പോൾ അഴിക്കണം. ചെരുപ്പയിക്കണ്ടിയപ്പോ തന്നെ പറയുന്നത് പാദരക്ഷ എന്ന് അവരർത്ഥം വെച്ചോണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു. ഹദീസിലുള്ള അങ്ങനെയൊന്നല്ല, വേറെ വിഷയം. എന്നാൽ മലമൂത്ര വിസർജനം കഴിഞ്ഞു വന്നാലോ ഉറങ്ങിയാലോ അത്രേ ഹദീസിലുള്ളൂ. പിന്നെ അവരെ ബ്രാക്കറ്റിൽ അവരെ വകയെ കൊടുത്തിരിക്കുകയാണ്. ഒതു കൊടുക്കുമ്പോൾ പാദരക്ഷ അയക്കേണ്ടതില്ല. ഒതു കൊടുക്കുമ്പോ
പാദര ചയിക്കേണ്ടതില്ല. ഇരിക്കട്ടെ, അങ്ങനെ തന്നെയാണ് ഇത് വെക്കുക. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇതുകൊണ്ട് ഒന്ന് മുറിയുന്നവിടെ? ഒന്ന് എടുക്കുമ്പം കാലം ഒന്ന് ചെരുപ്പായിക്കണ്ടതല്ലാതെ ഇതുകൊണ്ട് ഒന്ന് മുറിയുന്നവിടെ? ഒന്ന് മുറിയുന്നതല്ലേ നിങ്ങൾ ഈ തെളിവ് പറഞ്ഞത്? ഈ ഹദീസിൽ തെളിവ് എവിടെ? നേരെ ബാഹ്യവാദം വെച്ചാൽ തെളിവ് എവിടെ? ഞങ്ങൾക്ക് ഇതൊന്നും നോക്കട്ടില്ല, ഞങ്ങൾ ഇമാമികളെ കിതാബിൽ എന്താ പറഞ്ഞു നോക്കിയാൽ മതി. നിങ്ങളോടാ ചോദ്യം. ഇതിലൂടെ ഒന്ന് മുറിയുന്നവിടെ, ഒന്ന് എടുക്കുന്നവിടെ? ഇനി അതിന്റെ ശേഷം ഇനി എല്ലാ രസം എന്താണ്? നമ്മൾ ഇതുവരെ വിചാരിച്ചെന്താ? നമ്മൾ ഗുഹ്യസ്ഥാനം തൊട്ടാ ഒന്ന് മുറി നമ്മൾ പഠിച്ച്. നാം മദ്രസയിൽ മുജാഹിദ് പഠിപ്പിക്കുകയാണ്, അങ്ങനെയൊന്നും മുറിയൂലത്. അത് മുറിയണേ വലിയ പണിയുണ്ട്. അത് മുറിയണമെങ്കിൽ രസ. അതെന്താ ഞാൻ വായിക്കാം. വികാരോത്തേജനത്തോടെ, ഇങ്ങനെ വികാരോത്തേജനത്തോടെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുന്നതും ഒതു ദുർബലപ്പെടുത്തും. അപ്പൊ ഒതു മുറിയണമെങ്കിൽ എന്ത് വേണോ? ഒതു മുറിയണമെങ്കിൽ ഗുഹ്യസ്ഥാനം തൊട്ടാ പോലെ. പിന്നെ എങ്ങനെയായിരിക്കണം തൊടുന്ന ഹാലത്ത്, അതിന്റെ അവസ്ഥ? വികാരോത്തേജനത്തോടെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുന്നതും ഒതു ദുർബലപ്പെടുത്തും. അപ്പൊ ഒതു മുറിയണമെങ്കിൽ നല്ല കുവ്വത്തോടെ ആയിരിക്കണം, നല്ല റെഡിയിലാണെങ്കിൽ എന്താവുള്ളൂ? ഒതു മുറിയുള്ളൂ. കാരണം കുറച്ചൊരു ശക്തിയിലാണ് ഇത് മുറിയോ. അങ്ങനെയാണ് ഒന്ന് മുറിയണമെങ്കിൽ, അങ്ങനെയാണോ? പിന്നെ ഇത് മദ്രസയെ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയൊക്കെ 6ാം ക്ലാസ്സിലെ റസൂൽ തിരുമേനി പറഞ്ഞു, അതിന്റെ തെളിവ് ഇവിടെ ഉണ്ടോ മൗലവി വികാരത്തോടെ ആണോന്ന്? മമ്മസ്തോന്റെ അർത്ഥം എന്താ? ആരെങ്കിലും തന്റെ ലിംഗം സ്പർശിച്ചാൽ ഒതു ചെയ്യാതെ അവൻ നമസ്കരിക്കരുത്. ഈ വികാരോത്തേജനത്തോടെ നിങ്ങളെ വകെ കൂട്ടിയതല്ലേ? അത് ഹദീസിലുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ, ഇത് ഹദീസ് തെളിവാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, തന്റെ ലിംഗോന്നല്ലേ പറഞ്ഞത്? അപ്പൊ വേറെ ആളെ തൊട്ടാലോ മുറിയൂല. കാരണം ഇത് രജിസ്റ്റർ ഓഫീസ് പോയി നോക്കിയിട്ട് ആരതാ കൈവശം നോക്കിയിട്ടാണ് പരിപാടി. ഇതാ എന്ത് മതാണ് പഠിപ്പിക്കുന്നത്? ഇതാ ഇതിലായിട്ടും നാദാവരക്കാരെ കിട്ടണ്ടേ അല്ലേ? എന്റെ നാട്ടുകാരെ നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുപോകാൻ പോകുന്നത് സാബിബാവിനെയൊക്കെ വിട്ടിട്ട് ഇതിലേക്കാണല്ലേ ഏനല്ലേ ഹുസൈൻ സെൽവി വരുന്നത്? എന്റെ മോനെ, അതൊക്കെ അവിടെ തന്നെ വെച്ചാൽ മതി കേട്ടോ. അത് ഞങ്ങളെ നാട്ടിൽ കൊണ്ടുവരണ്ട. അതാ പറഞ്ഞത്, ഞങ്ങളെ നാട്ടിൽ ഇത് കൊണ്ടുവരണ്ട. ഇനി ബാക്കി കേട്ടോ, ഇത് നിങ്ങൾ 6ാം ക്ലാസ്സിലെ മദ്രസ വയ്ക്കുന്നു. വികാരത്തോടുകൂടി അല്ലാതെ അവിചാരിതമായോ മറ്റോ സ്പർശിച്ചു പോയാൽ വുളൂ ദുർബലപ്പെടുകയില്ല. നമസ്കാരത്തിൽ ഗുഹ്യഭാഗം സ്പർശിച്ചു പോയ ഒരാളെക്കുറിച്ച് അദ്ദേഹം ഒതുവെടുക്കേണ്ടതുണ്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്വേഷിച്ചപ്പോൾ തിരുമേനി ഉത്തരം പറഞ്ഞു, വേണ്ട. നിസ്കാരത്തിൽ അവർക്ക് തൊട്ട് പോയ ഒരാള് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ പറഞ്ഞു വരും, തിരുമേനി ഉത്തരം പറഞ്ഞു, വേണ്ട, അത് നിന്റെ ഒരു അവയവം മാത്രമാണെന്നായിരുന്നു. വേണ്ട, അത് നിന്റെ ഒരു അവയവല്ലേ. ഇപ്പൊ വികാരത്തോടെ ആവുമ്പോഴോ വേറെ ആളാ? അത് നിന്റെ ഒരു അവയവം തന്നെയല്ലേ എന്നാണ് നബി പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കാണ്, വികാരോത്തേജനത്തോടെ ആവുമ്പോഴേക്ക് വേറെ ആൾ വലിയ റഷിയോ? എന്താണ് മൗലവിമാരെ ഇത് മതവും? ഇതാണോ നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത്? മദ്രസയിലെ ബുക്കായി വായിച്ചത് നിങ്ങളെ വേറെ മാലയൊന്നല്ല, മദ്രസയിലെ ഒറ്റ ബുക്കിലെ ഒറ്റ ഒരു പാടായി വായിച്ചത്. ഇനി ബാക്കിയും കൂടി ഞാൻ വായിക്കാൻ അങ്ങനെ ഉണ്ടാവൂ? ഒറ്റ ഒന്നായി വായിച്ചത്. ഇതാണോ നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ കൊണ്ടുവന്ന് വായിച്ചാൻ വിചാരിക്കുന്നത്? ഇതിനാങ്ങൾ ചാർജ് മൗലവിനെ ഇറക്കുമതി ചെയ്യുന്നത്? സഹോദരന്മാരെ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒന്നും ഇങ്ങ് കൊണ്ടുവരണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇമാമിങ്ങൾ ഓരോ വിഷയങ്ങളും നന്നായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ മദ്രസയിൽ ഇതൊന്ന് കാണിച്ചാളവനെ. ഞങ്ങളെ മദ്രസയിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ കാര്യം ഓർമ്മപ്പെടുത്താണ്. ഇനി ബാക്കിയൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്താൽ ആയുസ് ഉണ്ടെങ്കിൽ ഞാൻ വരുമെന്നാണ് നമ്മളെ ഹുസൈൻ സെൽവി പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് ആയുസ് കൊടുക്കട്ടെ. നിങ്ങളുടെ അമീൻ പറയണോ? അള്ളാഹു അദ്ദേഹത്തിന് ആയുസ് കൊടുക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോന്നായി വെച്ച് ഖണ്ഡിക്കാൻ നിങ്ങളെ കൂടുതൽ മൗലവിമാരാണെങ്കിൽ വരിക. ആദ്യം ഈ ഒതുമുറിന്റെ കാര്യം തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ അതിനോട് തന്നെ മുറിയൂ കേട്ടോ. പിന്നെ തുടരണമെന്നില്ല, എങ്ങനെയായാലും മുറിയൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയങ്ങൾ ഇവിടെയോ നിർത്തുന്നു. ഇനി നിങ്ങൾക്ക് നുണപറയൽ മത്സരത്തിൽ പങ്കെടുത്ത് എന്തിന് സുന്നികളെ പരാജയപ്പെടുത്താൻ വേണ്ടി നുണ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുന്ന മൗലവി നുണപറയൽ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ആ സമ്മേളനത്തിൽ അതിൽ കിട്ടിയ സമ്മാനവും സോപ്പും മൗലവിയും ഒക്കെ കൂടി ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് നന്നായിട്ട് സലാത്തൊക്കെ ചൊല്ലി ദ്വാരന്നിട്ട് ചെയ്യണം. വലിയ പെരുന്നാളാണ്. നമ്മൾ മരിച്ചുപോയവരൊക്കെ പേരിൽ ഫാത്തിഹ വരക്കണം. അള്ളാഹു നമ്മളെ മജ്ലിസ് ദുആ ഇജാബത്തുൽ മജ്ലിസായി സ്വീകരിക്കട്ടെ. അതിലിടയ്ക്കൊരു കാര്യം പറയാം, സഹോദരന്മാര് എല്ലാവരും നല്ല സംഭാവന തരണോ. ഇത് വെറുതെ നടക്കൂല, എനിക്ക് 5 പൈസ തരണ്ട. പക്ഷെ ഇതിനൊക്കെ ചെലവ് വേണം. ഇതിനൊക്കെ ചെലവിന് നിങ്ങൾ എല്ലാവരും സംഭാവന. ഞാൻ 7 ദിവസം ഇവിടെ പ്രസംഗിച്ച കേസറ്റ്
തലശ്ശേരി ഭാഗത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ വല്ലാതെ പ്രവർത്തിച്ചിട്ട് തലശ്ശേരി ഭാഗത്ത് അവിടെയൊക്കെ വീട്ടിലിരുന്ന് കാണാനുള്ള സംവിധാനം ചെയ്യാൻ വേണ്ടി അവിടുത്തെ നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ പൈസ ഇല്ല, അതുകൊണ്ട് 30,000 രൂപ കിട്ടിയാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ആള് ദീൻ പ്രചരിപ്പിക്കുന്ന ഒറ്റ ലക്ഷ്യത്തിൽ 20,000 ആളുകൾ കേൾക്കുന്ന പറയും. അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ഒരു 30,000 രൂപയോ അല്ലെ ഒരു 10 ആൾ ഒരു 10,000 രൂപയോ തന്നാൽ അത് ആ ഏരിയയിലൊക്കെ ഉള്ള ആളുകൾ കേൾപ്പിക്കാൻ കഴിയും. ഒറ്റ മനുഷ്യൻ നന്നായാൽ നമ്മൾ മരിക്കുന്നവരെ ഖിയാമത്ത് നാൾ വരെ അധ്വാനിച്ചിരുന്നു മുതലായി പോകും. ഒരു മനുഷ്യൻ നന്നായ മതി, ഒറ്റ മനുഷ്യൻ. ലോകം മുഴുക്ക കിട്ടുന്നതിനേക്കാൾ ഖൈറുണ്ട് ഒരാൾ നന്നായ. അതുകൊണ്ടായി പ്രസംഗിക്കുന്നൊക്കെ, അല്ലാതെ നമുക്ക് ഈ പകൽ 5 ദിവസം കിട്ടിയിട്ടൊന്നല്ല പ്രസംഗിക്കുന്നത്. ഒരാളെങ്കിലും നന്നാകണം വിചാരിച്ചു. അല്ലാഹുവേ, നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണം റഹ്മാന്. ഞങ്ങളെല്ലാവരെയും സാലിഹികളിൽ പെടുത്തണം റഹ്മാന്. ഞങ്ങളെ മജ്ലിസിന് ആഖിജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാന്. സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്ന ഒരുപാട് ആളുകൾ വേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. നേർച്ചന്റെ ഫലം കിട്ടിയിട്ട് വെള്ളപ്പാണ്ട് രോഗമടക്കം മാറിയവരുണ്ട്, എത്രയോ ഓപ്പറേഷനുകൾ ഒഴിവായി കിട്ടിയവരുണ്ട്, നിരവധി അത്ഭുതങ്ങളും പറഞ്ഞിട്ട് കാഴ്ച കത്തുകൾ ഞാൻ ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്നും നേർച്ച കൊണ്ട് തന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഒക്കെ ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണം റഹ്മാനെ. നിങ്ങളെല്ലാവരും ദീനിയായ പ്രവർത്തനങ്ങൾ എപ്പോഴും സഹകരിക്കണം. നേരത്തെ പാറക്കടവിലും കുമ്പങ്കോടൊക്കെ ഞാൻ വെച്ച് കുറെ കാണിച്ചിരുന്നു. അതിന്റെ ഭാഗങ്ങൾ ഇവിടെയും കാണിക്കുകയാണ്. അതിന്റെ പുറമെ ഞാൻ പറയുന്നു, എല്ലാവരും അതിലിടയ്ക്ക് ഒരു ഫാത്തിഹ ഓതണം, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം.